കൈരളിക്ക് വളരെയധികം വേണ്ടപ്പെട്ട 2 ആൾക്കാരാണ് ഇന്ന് എന്റെ മുന്നിലുള്ളത്. അതായത് കൈരളിയിൽ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾക്ക് വളരെ സുപരിചിതമായ ഒരുപാട് ഷോസ് എല്ലാം ഹാൻഡിൽ ചെയ്തിട്ടുള്ള മീര രണദേവ് ആൻഡ് രഞ്ജിത്ത് സരോവർ. വെൽക്കം ബാക്ക് ടു കൈരളി. താങ്ക് യു സോ മച്ച്. ഒരുപാട് ആങ്കറിംഗ് ഷോസും പരിപാടിയെല്ലാം കൈരളിക്ക് വേണ്ടി തന്നെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വേറൊരു വ്യത്യസ്തമായ പരിപാടി സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഇപ്പോഴത്തെ ചെറുപ്പക്കാരുൾപ്പെടെ പല ആൾക്കാർ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഉറക്കമില്ലായ്മ. ആ ഉറക്കമില്ലായ്മ എല്ലാവരും അനുഭവിക്കുമ്പോൾ അതിനെക്കുറിച്ചൊരു പാട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരു വെറൈറ്റി തോട്ട് തന്നെയാണ്. എങ്ങനെയാണ് ഉറക്കമേ എന്നുള്ള സോങ്ങിലേക്ക് എത്തിയത്? അത് എന്റെ അവസ്ഥയാണത്. ആ അവസ്ഥയെ ഞാൻ പാട്ടാക്കി എന്നേ ഉള്ളൂ. കുറെ നാൾ ഉറങ്ങാതെ ഇങ്ങനെ കിടന്ന് ചിന്തിച്ചപ്പോ ഈ അവസ്ഥ ഒരു പാട്ടാക്കിയല്ലോ. ബിസിനസ് ഉറങ്ങാതെ കിടന്നിട്ട് പിന്നെ ഈ അവസ്ഥ ഇങ്ങനെ എന്തായാലും ഈ അവസ്ഥയിലാണ്. അപ്പൊ പിന്നെ പാട്ടാക്കിയല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ ചെയ്യുന്ന ഉറക്കമില്ലാതെ കിടക്കുമ്പോ ഞാൻ എന്തൊക്കെ രാത്രി ചെയ്യും അതൊക്കെ തന്നെയാ പാട്ടിൽ എഴുതി വെച്ചിരിക്കുന്നത്. അങ്ങനെ വന്ന പാട്ട് അങ്ങനെ ഉണ്ടായ ഒരു ഡയറക്ട് ചെയ്യാനാണ് രഞ്ജിത്ത് സരോവർ എന്ന് പറയുന്ന വ്യക്തിയെ കൂട്ടുപിടിച്ചത്. അത് വേറെ ആരും കിട്ടാത്തോണ്ടാ അല്ലട്ടോ. ഞാൻ അതായത് എന്റെ അതേ വൈബാണിത്. ഞങ്ങൾ അന്ന് കൈരളിയില ഇത് തുടങ്ങിയ പോലെ അല്ലേ പ്രഭാതകരില് ചെയ്യുമ്പോ മുതലുള്ള ഫ്രണ്ട്സ് ആണ്, ക്ലോസ് ഫ്രണ്ട്സ് ആണ് ഞങ്ങള്. ക്ലോസ് ഫ്രണ്ട്സ് ആണ്. അപ്പൊ അത് എന്റെ ഉറക്കമില്ലായ്മ ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന ആള് ഇവനാണ്. എക്സ്പീരിയൻസ് പ്രൊഡ്യൂസർ പറയുമ്പോഴത്തേക്ക് ഡയറക്ടർക്ക് കേട്ടല്ലേ പറ്റുള്ളൂ. ഇത് അഴകിയ രാമനിലെ പ്രൊഡ്യൂസർ അല്ലേ, അത്തരത്തിലൊരു പ്രൊഡ്യൂസർ ആയിരുന്നു. അപ്പൊ നമ്മുടെ നൈറ്റ് ആണ്, ഈ ഇല്ലാത്തത് നൈറ്റ് ആണല്ലോ, അപ്പൊ നൈറ്റ് ഷൂട്ട് ചെയ്യണം. അപ്പോഴത്തേക്ക് എന്റെ അടുത്ത് ഞാൻ പറഞ്ഞു ഇത്രയും ലൈറ്റ്സ് നമുക്ക് വേണമെന്ന് ലിസ്റ്റ് അയച്ചപ്പോഴത്തേക്കും ഇത് ഒരുപാട് കാശാവും ഇത്ര ലൈറ്റ് ഒക്കെ എടുക്കാനായിട്ട്, ഇത് നമ്മൾ രാത്രിയല്ലേ ഷൂട്ട് ചെയ്യണേ, അപ്പൊ ലൈറ്റിന്റെ ആവശ്യമേ ഇല്ലല്ലോ, ആരോട് പറയാൻ. അപ്പോ അങ്ങനെ മീര പറയുന്ന അനുസരിച്ച്. പക്ഷെ ഇത് കേട്ടപ്പോ എനിക്കും തോന്നി നമ്മളെല്ലാരും ഫേസ് ചെയ്തിട്ടുള്ള കാര്യമാണ് ഈ ഉറക്കമില്ലായ്മ. നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ നമ്മളതിൽ ടച്ച് ചെയ്ത് പോയിട്ടുണ്ടാവും, പല ടെൻഷൻസ് ആയിരിക്കും. പക്ഷെ ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ഭാഗ്യമുള്ള അല്ലെങ്കിൽ ഉള്ള ആള് നന്നായിട്ട് ഉറങ്ങാൻ പറ്റുന്ന ആളാണ്. നമ്മുടെ സുഹൃത്തുക്കളുടെ തന്നെ ഒരുപാട് ആൾക്കാർ ശരിക്കും പറഞ്ഞാൽ അവരിങ്ങനെ ഉറങ്ങുമ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനെ കൊതിയാവും, അയ്യോ നമുക്കതൊരു ഉറങ്ങാൻ പറ്റുന്നില്ലല്ലോ. എന്റെ ഒരു ഫ്രണ്ട് ഡോക്ടർ രഞ്ജിത്ത് എന്ന് പറയും, പുള്ളി ഭയങ്കര ഫേമസ് ആണ്, തോമസ് രഞ്ജിത്ത്. രഞ്ജിത്ത് പറഞ്ഞാൽ എനിക്ക് ഈ വിഷമം മനസ്സിലാണ്, പക്ഷെ എനിക്ക് അറിഞ്ഞൂടാ ഞാൻ കിടന്നുറങ്ങി ഉറങ്ങുന്നു. അങ്ങനെ പറയുന്ന ഇത്ര ആളുകളുണ്ടെന്ന് അറിയോ, കൊതി വന്നിരുന്നു. അല്ല, അത് ഉറക്കത്തിൽ നടക്കുന്നവരുണ്ട്, ഈ ഉറക്കം റിലേറ്റഡ് ഒരുപാട് അസുഖങ്ങളുണ്ട്. അപ്പൊ അത്തരത്തിൽ ഈ ഉറക്കം സബ്ജക്റ്റ് ആയിട്ട് വരുന്ന ഒരു പാട്ട് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഒരു വെറൈറ്റി ഉണ്ട് എന്ന് എനിക്ക് ഫീൽ ചെയ്തു. അപ്പൊ നമുക്ക് ഇങ്ങനെ വിഷ്വൽ ചെയ്യാം. ആദ്യമൊന്നും വിഷ്വലിൽ നിന്നും ഇമ്പോർട്ടൻസ് ഇല്ല, പാട്ട് ഉച്ചാരിക്കണം. നമ്മള് വിഷ്വലിലൂടെ പാട്ട് കേൾക്കുന്നത്. അതെ, അപ്പൊ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ചെയ്യാം എന്നുള്ള രീതിയിൽ പറഞ്ഞു. ബാക്കി ആസ് എ ഫ്രണ്ട് ഉറക്കമില്ലായ്മയെ കുറിച്ച് നല്ലോണം അറിയുന്ന ആളാന്ന് പറഞ്ഞേ. ശരിക്കും പറഞ്ഞ ഞാൻ ഒരു കാര്യം രഞ്ജിത്തിന്റെ അടുത്ത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ശരിക്കുള്ള ഉറക്കമില്ലായ്മയാണോ സഹിക്കാൻ പറ്റുന്നത്, അതോ ഷൂട്ട് ചെയ്യുമ്പോൾ ഉറക്കമില്ലായ്മയായിരുന്നു സഹിക്കാൻ പറ്റുന്നത്? അതൊരു സുഖമാണ് ഈ ഷൂട്ട് ചെയ്യുമ്പോൾ ഒരു ഉറക്കമില്ലായ്മ. അത് സത്യം പറഞ്ഞാൽ നമ്മൾ ചെയ്തിട്ട് പിന്നെ നമ്മൾ കാണുമ്പോൾ, അപ്പൊ ഞാൻ ഫുഡ് കൊണ്ടോടെന്ന് പറഞ്ഞ പഴയ ഷോയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ട്രാവൽ ചെയ്ത് പോകും. അപ്പൊ നമ്മൾ പല സമയത്തും നമ്മൾ ചില സ്ഥലത്ത് എത്തുമ്പോൾ താമസിക്കും, ലേറ്റ് നൈറ്റ് ഷൂട്ട്സ് ഒക്കെ ഉണ്ടാവും. പക്ഷെ അങ്ങനെയൊക്കെ ഉണ്ടാവുമെങ്കിലും അതൊരു രസമാണ്, അത് ശരിക്കും എൻജോയ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഉറങ്ങാമല്ലോ. പക്ഷെ ഈ ഉറക്കമില്ലായ്മ എന്ന് പറഞ്ഞാൽ നമുക്ക് പലതരത്തിലുള്ള ടെൻഷൻ കാരണം നമുക്ക് ഉറക്കം കിട്ടില്ല. കിട്ടാത്ത എത്രയോ ആൾക്കാരുണ്ട്. അപ്പൊ അവർക്കൊരു 1 മണിക്കൂറിന് ഉറങ്ങിയിരുന്നെങ്കിൽ എന്ന് വിചാരിക്കുന്ന പല ആൾക്കാരും ഉണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ആൾക്കാർക്ക് ഉറക്കം നമുക്ക് ചില ഘട്ടങ്ങളിൽ നമുക്കങ്ങനെ വന്നിട്ടുണ്ടാവും, ഏതെങ്കിലും ഘട്ടത്തിൽ. അപ്പൊ അതൊരു അനുഗ്രഹമാണ്. ഉറക്കം എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. ഹെൽത്തിനും ഏറ്റവും നല്ലൊരു ഉറക്കമാണ്. എങ്ങനെ ഉണ്ടായിരുന്നു ഡയറക്ടറിന്റെ ഒരു ഉറക്കമില്ലായ്മയിലുള്ള ഷൂട്ടും? ഡയറക്ടർ അടിപൊളിയായിരുന്നു. അതായത് കണ്ണെഴുതാൻ പാടില്ല, കണ്ണില് മറ്റേ എന്നോട് പറഞ്ഞ മറ്റേ കണ്ണനക്കാൻ പാടില്ല. നമ്മളെ ചേട്ടൻ പറഞ്ഞ പോലെ മേക്കപ്പ് ഒക്കെ റിച്ച് ആക്കി ഇട്ടിട്ട് ഉറങ്ങാൻ പോകുമ്പോ ആരെങ്കിലും മേക്കപ്പ് ഇടും. ഞാൻ മേക്കപ്പ് ഒന്നും വേണ്ട, ഫുള്ള് മാറ്റം പറഞ്ഞു, ഫുള്ള് മേക്കപ്പ് അടിച്ചാലേ നമ്മൾ ചെയ്യുള്ളൂ. അങ്ങനെ പക്ഷെ ഞാൻ അഭിനയിക്കാൻ റെഡി ആയിട്ട് വന്നിരിക്കുക. ഓ ഈ പാട്ടൊന്ന് അഭിനയിച്ച് തകർക്കണം എന്നെ ഇങ്ങനെ ഇരുത്തിയിട്ട് കിളിപോയ അവസ്ഥയിൽ അങ്ങനെ ഇരുന്നോളെ. കണ്ണനങ്ങാൻ പാടില്ല. അതായത് ആ പാട്ട് ഫുള്ള് ഇതാ ഹായ് ബ്യൂട്ടിഫുൾ പീപ്പിൾ എന്ന് പറയില്ല, അങ്ങനെയായിരുന്നു. അഭിനയിക്കാൻ സമ്മതിച്ചില്ല. അപ്പൊ മേക്കപ്പ് ഓവറാക്കാൻ സമ്മതിച്ചില്ല, അഭിനയം ഓവറാക്കാനും സമ്മതിച്ചില്ല. നമ്മൾ നാച്ചുറൽ ബിഹേവിയർ ഉറക്കമില്ലാത്തപ്പോ എങ്ങനെയാണോ അത് അങ്ങ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ഞാൻ ആ കിളിപോയ അവസ്ഥയിൽ അങ്ങനെ പാട്ടിന് ആദ്യമല്ല അവസാനം വരെ ഒറ്റ ഇരിപ്പ്. ഇത്രയും പറഞ്ഞ ശരിക്ക് ആ പാട്ടൊന്ന് രണ്ടുപേരും കൂടെ പാടാവോ നമുക്ക് വേണ്ടി? രണ്ടുപേരുടെ തന്നെ വേണോ? ഞാൻ കൊളാക്കുന്നുള്ള പേടിയാണ്. ഇല്ല, ഡയറക്ടർ ഒന്ന് പറഞ്ഞു തന്നാൽ ഞാനിവിടെ പാടാം. ഉറക്കമേ 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 നീവിടെ, ഉറക്കമേ 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 നീവിടെ,
തിരിഞ്ഞും മറിഞ്ഞും ചരിഞ്ഞും കിടന്നിട്ടും എന്നിൽ പിടിതരാത്തൊരു ഉറക്കമേ ആമേ പോലെ സമയം പോകുന്നുറക്കമേ നേരം വെളുക്കാറായി ഉറക്കമേ 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 നീ എവിടെ ഉറക്കമേ 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 നീ എവിടെ. നമുക്ക് ഒരുപാട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പാട്ടും കൂടെ ഉണ്ടത്. ഇപ്പൊ ഇതിന്റെ അകത്ത് പറയുന്ന പല വരികളുണ്ട്. നമ്മള് റിയൽ ലൈഫില് നമ്മൾ ഭയങ്കരമായിട്ട് മീൻസ് അയ്യോ ഇത് എന്റെ അവസ്ഥ തന്നെയാണോ എന്ന് ചിന്തിപ്പിക്കുന്ന തരത്തിലുള്ള പല വരികളും അതിന്റെ അകത്തുണ്ട്. അതിൽ എക്സാമ്പിൾ എനിക്ക് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് റീൽസ് സ്ക്രീൻ ടൈം എത്ര ഉണ്ടാവും ഒരു ദിവസം? കണ്ടോ, പാട്ട് ചെയ്ത ആൾക്കാരെ പറഞ്ഞത് ഡിപ്പെൻസ് എന്നാ. പിന്നെ വരികൾ എഴുതിയത് ഫൈസൽ കേട്ടോ. ഫൈസലിനെ മറക്കാൻ പറ്റില്ല ഈ സമയത്ത്. ഞാൻ രാത്രി ചെയ്യുന്ന കാര്യങ്ങൾ അത്, പക്ഷെ അതെനിക്ക് എഴുതാൻ അറിയില്ലല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു ഫൈസൽ ഞാൻ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് രാത്രി. ഒന്നുമില്ല ചുമ്മാ നടക്കും. അല്ലെങ്കിൽ എന്റെ മോള് പാല് ചൂടാക്കി തരും ഉറങ്ങാൻ വേണ്ടിട്ട്. അവളും കുടിക്കും ഞാൻ കുടിക്കും. അവൾ ഉറങ്ങും ഞാൻ ഉറങ്ങില്ല. പാല് വേസ്റ്റ്. അപ്പം കെമിസ്ട്രി ചോദ്യ നേരത്തിലുള്ള പാട്ടാണ്. അപ്പൊ ഇതെല്ലാം ഞാൻ പറഞ്ഞപ്പോ ഫൈസൽ ഒരു കറക്റ്റ് മീറ്റർ ആക്കി ഇങ്ങനെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ എഴുതി ഇങ്ങനെ തന്നു. ഫൈസൽ തന്നെയാണ് ആ ഇത് ട്യൂൺ ചെയ്തും പോയേക്കണം. എഴുതുന്ന സമയത്ത് തന്നെ ഒരു ഔട്ട്ലൈൻ ഇട്ട് മ്യൂസിക് ചെയ്തു. അത് നേരെ സുമേഷ് പരമേശ്വരനാണ് പാട്ടാക്കിയത്. സുമേഷ് ചേട്ടനാണ്. എനിക്ക് തോന്നുന്നു ഗിത്താറും ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്തേക്കുന്നത് സുമേഷ് ചേട്ടനാണ്. അതിനകത്തുള്ള റാപ്പ് സെറ്റ് ചെയ്തത് അതിനെങ്ങനെ പോയിട്ടുണ്ട് ആ പാട്ട് ഡിസൈൻ ചെയ്തത് സുമേഷ് ചേട്ടനാണ്. അപ്പൊ ഈ പാട്ടെല്ലാം റിലീസായി ഇപ്പൊ ആൾക്കാരിലേക്ക് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്നെ സ്ട്രൈക്ക് ചെയ്ത വേറൊരു സംഭവമുണ്ട്. രമേശ് പിഷാരടി പറഞ്ഞൊരു വാക്കുണ്ട്, പോയി കിടന്നുറങ്ങു പെണ്ണേന്ന്. രമേശ് ചേട്ടൻ ശരിക്കും കേട്ടിട്ട് അങ്ങനെയാണോ പറഞ്ഞത്? ആ അങ്ങനെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നന്നായിണ്ട് എന്ന് പറഞ്ഞു. സത്യത്തിൽ ചൂട് പാല് പിടിച്ച് ഉറക്കാൻ വരുമോ ചോദിച്ചു. എനിക്കറിയില്ല, ഞാൻ ട്രൈ ചെയ്തിട്ട് വന്നിട്ടില്ല, കേട്ടിട്ടുണ്ട് പറഞ്ഞു. അല്ല ശരിക്കും ചൂട് പാല് പിടിച്ച് ഉറക്കം വരുമോ? അങ്ങനെ വരുമെന്നൊക്കെ പണ്ടത്തെ ആൾക്കാർ പറയും. രാത്രി നമ്മൾ കുറച്ച് പാല് കുടിച്ചിട്ട് ഇറങ്ങിയാൽ നല്ല ഉറക്കം കിട്ടും എന്ന് പറയും. രാത്രി ഒന്ന് ചെറിയ ചൂടുവെള്ളത്തിൽ ഒന്ന് കുളിച്ചിട്ട് കിടന്നാൽ ഉറക്കം കിട്ടും എന്ന് പറയും. അങ്ങനെ ഉറക്കം കിട്ടാനുള്ള പല കാര്യങ്ങളും പറയാറുണ്ട്. നമ്മളിങ്ങനെ രാത്രി ലേറ്റ് നൈറ്റ് ആയിട്ട് ചായ കുടിച്ചിട്ട് ഉറങ്ങി ഉറക്കം കിട്ടില്ല. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി കുറച്ച് ടിപ്സ് പറഞ്ഞു കൊടുക്കും ഉറങ്ങാൻ വേണ്ടി. ഇത് മറ്റേ ഡോക്ടറിലായി നമ്മൾ പണ്ട് കരുതി ചെയ്യുന്ന ഡോക്ടറോട് ചോദിക്കാം. പറയൂ, സേഫായി. ഈ ഉറക്കം കിട്ടാനായിട്ട് ഏറ്റവും നമ്മൾ കുറച്ച് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓബ്വിയസ്ലി ഒരു ക്ഷീണം വരും. ആ ക്ഷീണത്തിൽ നമ്മൾ കിടന്നുറങ്ങും. അതാണ് ഒന്നാമത്തെ കാര്യം. അതുകൊണ്ടാണ് ഈ കൂലിപ്പണിക്ക് പോകുന്നവരും ഡെയിലി വർക്കിനൊക്കെ പോകുന്നവരും നന്നായിട്ട് അവർ ഉറങ്ങും. ഇതിന്റെ മെയിൻ റീസൺ ഇതാണ്. പറഞ്ഞു സാരാംശം അതാ. അതെ, നന്നായിട്ട് ജോലി ചെയ്താ ഉറക്കം വന്നു സ്വാഭാവികമായിട്ട് ഉറക്കം വരും. അതെ, പിന്നെ ഓട്ടോമാറ്റിക് ആയിട്ട്. ഞാൻ ഇത്രയും ട്രാവൽ ചെയ്യുന്നതാണല്ലോ, പ്രോഗ്രാമിന് പോകുന്നു, വെളുപ്പിനൊക്കെ അല്ലേ തിരിച്ചു വരാം. വന്നു കിടന്നാലും എനിക്ക് ഉറക്കം വരില്ല. ടയർഡായിട്ട് ഒന്ന് ഉറങ്ങിയാ മതി എന്നൊന്ന് അങ്ങനെ പറഞ്ഞു തരില്ലേ, എന്നാലും എനിക്ക് ഉറക്കം വരില്ല. അല്ല, ഒരു സൈക്കോളജി പറയുന്നുണ്ട്, നമ്മള് ഈ ഉണരാനുള്ള സമയമില്ലേ, അലാം നമുക്ക് തന്നെ സെറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ഇപ്പൊ നമുക്കൊരു 6 മണിക്കാണ് എണീക്കേണ്ടെങ്കിൽ നമ്മളൊരു ഡീപ് ബ്രെത്ത് എടുത്തിട്ട് നമ്മളൊരു 10 തവണ അത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു അലാം വേണ്ട. കറക്റ്റ് ഷാർപ്പ് 6 മണി നമ്മൾ ഓട്ടോമാറ്റിക്കലി എഴുന്നേക്കും. രജിസ്റ്റർ ചെയ്യും. അങ്ങനെ നമുക്ക് ശരിക്കും വർക്ക് ആയിട്ടുണ്ട്. ഞാനത് ചെയ്തിട്ടുണ്ട്. പക്ഷെ അല്ലാതെയും ഈ റെഗുലർ ആയിട്ട് ഉറങ്ങുന്ന സമയവും നമ്മൾ ഉറങ്ങുന്ന സമയവും സെയിം ആണെങ്കിൽ തീർച്ചയായിട്ടും ആ സമയത്ത് നോർമലി ആ ടൈം ആകുമ്പോൾ നമുക്ക് കേട്ട് വെച്ച് കിട്ടും. മനസ്സിലായില്ല, ഈ ചുമ്മാലും ഉറക്കം കിട്ടാതെ എങ്ങനെയാണ് വീണ്ടും 2 ടിപ്സും കൂടെ? വേറെ 2 ടിപ്സ് പറയാം. എന്തെങ്കിലും ഉറങ്ങാതിരിക്കാനുള്ള ടിപ്സ് അതങ്ങോട്ടുണ്ട്. ഇത് നമുക്ക് ബേസിക്കലി നല്ല ക്ഷീണം, നമ്മൾ വർക്ക് ചെയ്ത് ഒരു 7 മണിക്ക് ശേഷം നമ്മൾ ചായയോ അതുപോലുള്ള ഇതൊന്നും കൺസ്യൂം ചെയ്യാതെ ഒരു ചെറിയ ചെറുതായിട്ടൊന്ന് ചൂടുവെള്ളത്തിൽ ചെറിയ ചൂടുവെള്ളത്തിൽ കുളിച്ചിട്ട് ഒരു ഗ്ലാസ് പാലൊക്കെ കുടിച്ച് റിലാക്സ് ചെയ്തിട്ട് പാട്ട് കേട്ട് കഴിഞ്ഞാൽ പാട്ട് മെയിനാണ് ഉറക്കത്തിൽ. നമ്മൾ താരാട്ട് പാട്ടെന്ന് പറയില്ല. സത്യം പറഞ്ഞിട്ട് എനിക്ക് ഉറക്കം അതല്ല, രാത്രി താരാട്ട് പാട്ട് മന്മദരാസൊക്കെ കേട്ടിട്ട് ഉറങ്ങണവര് വളരെ ചുരുക്കമാണ്. വളരെ വിരളമാണ്. അപ്പൊ ഇതൊക്കെയാണ് ഉറങ്ങാൻ. ബേസിക്കലി ഇതൊക്കെ നമ്മൾ ഫോളോ ചെയ്താൽ ഒരു ഡിസിപ്ലിന്റെ ഭാഗമാണ് ഈ ഉറക്കവും. അപ്പൊ ഡിസിപ്ലിനും ഇല്ലാന്ന് പറഞ്ഞു. ചുരുക്കത്തിൽ പറഞ്ഞ വിളിച്ചു വരുത്തി അപമാനിക്കാന്ന് പറയില്ല, അതുപോലെയാണ്. ഡയറക്ടർ പ്രൊഡ്യൂസർ അപമാനിച്ചു എന്നൊരു തമ്പിട്ടാലോ? പ്രൊഡ്യൂസർ സിംഗർ. ഇനി ഉറങ്ങാതിരിക്കുന്നവർക്ക് ആ ഉറക്കമില്ലാത്ത സമയം എങ്ങനെ ഫ്രൂട്ട്ഫുൾ ആക്കാം എന്നുള്ള ടിപ്സ് നമുക്ക് ചോദിക്കാം. എനിക്കത് അറിഞ്ഞൂടാ.
ഇങ്ങനെ മറ്റേ ഈ ഇരിപ്പ് മറ്റേ അതിനകത്ത് ബ്യൂട്ടിഫുൾ ഇരിപ്പില്ല പീപ്പിൾ ആണോ? എന്ത് ചെയ്യും എന്താ ചെയ്യാ ഉള്ള അവസ്ഥ എനിക്ക്. ഓക്കെ, അപ്പൊ എന്നാ പിന്നെ ഉറങ്ങാതിരിക്കുന്നവരുടെ അവസ്ഥ ഒന്ന് പറഞ്ഞു. അതിലേക്ക് ഇപ്പൊ ഉറക്കമില്ല, ഭയങ്കര മോശം അവസ്ഥയാ അത്. ഇതിപ്പോ തമാശ വിട്ടിട്ട് പറഞ്ഞാ ഭയങ്കര മോശം അവസ്ഥയാ. നമുക്ക് ഉറങ്ങണം എന്നുണ്ട്, ഉറക്കം വരില്ല. ആ സമയത്താണ് എന്റെ പ്രശ്നം. ഞാൻ ആ സമയത്താണ് ചിന്തിക്കുക, ചിന്തകള് കംപ്ലീറ്റ്. ഓക്കെ, അപ്പൊ നാളെ അതെന്ത് ചെയ്യും? ഈ ചിന്തകൾ മുഴുവൻ എനിക്ക് ഏറ്റവും കൂടുതൽ വരുന്ന രാത്രി ഉറക്കമില്ലായിരിക്കുമ്പോ. അതെ, ഓവർ തിങ്കിങ് ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഉറക്കം വരാത്തെ സത്യത്തില്. അതെനിക്കറിയാം, പക്ഷെ എനിക്ക് ഓവർ തിങ്ക് ചെയ്യാതെ പറ്റില്ല. വർഷങ്ങളായിട്ട് ഇങ്ങനെ തന്നെയാണോ? വർഷങ്ങളായിട്ട് എങ്ങനെയാ പ്രത്യേക ടൈപ്പ് ചെയ്ത താമസിയാതെ ഗിന്നസ് ബുക്കിൽ ഇത്രയും കൊല്ലം ഉറങ്ങാതൊക്കെ ഇരിക്കുന്ന ആളെന്ന് പറഞ്ഞാലേ. അല്ല, എനിക്ക് ഉറക്കം ഭയങ്കര കുറവാ. എന്നിട്ട് എന്താ ഉറങ്ങാതിരിക്കുന്നവർക്ക് ഒരു പാട്ട് കൂടെ അവർക്ക് വേണ്ടി അവർ ബാക്ക് സപ്പോർട്ട്. എന്നോട് കുറെ പേര് പറഞ്ഞു കേട്ടോ, ഇത് ഞങ്ങളുടെ അവസ്ഥ കേട്ടോ. കുറെ പേര് ഇതുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എല്ലാവർക്കും. ഞാൻ ഇനി പുറകെ അങ്ങനത്തെ പല അവസ്ഥകൾ പാട്ടാക്കാൻ പോവാ. മെയിൻ അവസ്ഥകൾ പഠിക്കുന്ന കുട്ടികൾക്ക് ഉറക്കൊളിച്ചിരുന്ന് പഠിക്കുന്നത് യൂസ്ഫുൾ ആണ്. ആ സമയത്ത് രാത്രി പഠിച്ച കുറച്ച് കോൺസെൻട്രേഷൻ കിട്ടും. ഏർലി മോർണിംഗ് അല്ല, ഞാനൊരു കാര്യം പറയട്ടെ, രാത്രി ഏർലി മോർണിംഗ് ഒക്കെ സംഭവിച്ചു. പച്ചപ്പാതിര് ഒരു മണി ടു 3 മണി വരെ എല്ലാ മനുഷ്യന്മാരും ഉറങ്ങുന്നതല്ലേ. കള്ളന്മാരൊഴിച്ച് അവർക്ക് നല്ല കള്ളന്മാരുടെ പീക്ക് ടൈമാ 1 തൊട്ട് 3 വരെ. അവിടെ എന്റെ വീട്ടിൽ കള്ളം കയറൂല. പ്രയോജനം ഇതാണ്, ഉറങ്ങാതിരുന്നുള്ള പ്രയോജനം. സത്യം പറയാം, വിലപിടിപ്പുള്ള എന്തെങ്കിലും സാധനം ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഉറങ്ങാത്ത. അതുകൊണ്ട് ഞാൻ അതിന്റെ മുകളിൽ കിടക്കുന്നത് കണ്ടോ, ഇത് കണ്ടിട്ട് ഇൻകം ടാക്സ് എല്ലാം കൂടെ ഓടി വരുവേ. പ്രൊഡ്യൂസറും കൂടെയാണ്. അതാ നീ നേരത്തെ പറഞ്ഞു പ്രൊഡ്യൂസറിന്റെ ഗുണം. ലൈറ്റ് പോലും കട്ട് ചെയ്ത ക്യാമറമാൻ പറഞ്ഞു, നമ്മുടെ DOP ഉണ്ട് ഹരീഷ്, അവനെ എഴുതി കാണിക്കാന്ന് ഇവിടെ ഒരു പാട്ട് നടക്കുന്നുണ്ട്. എന്നിട്ട് ശരിക്കും ഇതൊക്കെ ടാക്കിൾ ചെയ്തിട്ട് എങ്ങനെയാ ഷൂട്ട് കംപ്ലീറ്റ്? അരവിന്ദ് ഇത് രാത്രി തന്നെയായിരുന്നു ഷൂട്ട് ചെയ്തത്. ഒരു 7 മണിക്ക് നമ്മൾ തുടങ്ങി, രാവിലെ 6:30-7 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഫുൾ പാക്കപ്പായി. രാത്രി തന്നെയാണ് ഫുള്ളായിട്ട് ഷൂട്ട് ചെയ്തത്. ഇതില് നിങ്ങളൊരു മാസ്ക് വെച്ചൊരു മനുഷ്യനെ കാണുന്നുണ്ടാവും, പാവം. അവനാണ് ഇതിന്റെ നെടുന്തൂണ് വിഷ്ണു ആചാര്യ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചെമ്മീൻ ബാൻഡിലൊക്കെ മെയിൻ സിംഗറാണ്. അവന്റെ ആ സൈസ് നമുക്ക് അത് ഉപയോഗിക്കണം. അത്രയും വലിയൊരു സൈസ്. ഞാൻ ഇത്രയേ ഉള്ളൂ, അവൻ വലുതുമാണല്ലോ. പൊക്കം കൊണ്ടാട്ടോ. ചിന്താഗതി. അതെ, അപ്പൊ അത്ര നമുക്ക് സൈസ് ഉള്ള ഒരാള് വേണം. മാസ്ക്, അവൻ ആദ്യം മേക്കപ്പ് ഒക്കെ ഇട്ട് വന്നു, പാവം. അവനെ വീണ്ടും മാസ്ക് ഒക്കെ ഇടിച്ച്. പക്ഷെ പാട്ട് കഴിഞ്ഞിട്ട് ഇവൻ പറഞ്ഞു ഇത് വിഷ്ണു ആചാര്യ തൂക്കി. അപ്പൊ ഞങ്ങള് പറഞ്ഞു എന്ത്, ഞങ്ങള് എഴുതി കൊടുക്കണം ഇത് വിഷ്ണു ആചാര്യാണെന്ന് നമ്മൾ പറയണം. അതാ സത്യം പറയല്ല, കണ്ടപ്പോ ആദ്യം വെച്ച് ക്രിയേറ്റ് ചെയ്ത CG എന്ന്. അയ്യോ അല്ല, അത് ഒറിജിനല്ല. പുള്ളി കൂടെ വേണമായിരുന്നു. പുള്ളിക്കാണ് കുറച്ചുകൂടി കാര്യങ്ങളും. ഇപ്പൊ ഡയറക്ടർ പ്രൊഡ്യൂസർ ആണല്ലോ, അപ്പൊ എല്ലാം പറയാൻ പറ്റില്ല, പൊതിഞ്ഞേ പറയാൻ പറ്റുള്ളൂ. അൺഫോൾഡ് ആണെങ്കിൽ വിച്ചിനെ പോലത്തെ ഒരാൾ വേണമായിരുന്നു, പോളിഷ് ചെയ്ത് പറയാൻ പറ്റുള്ളൂ നമുക്ക്. കറക്റ്റ്. ഓക്കെ, അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ സിംഗിങ് കരിയറിലോട്ട് വന്നിട്ട് ഇപ്പൊ ഒരുപാട് വർഷമായല്ലോ, ലൈക്ക് എങ്ങനെയായിരുന്നു ഈ പാട്ടിലേക്കുള്ള ഒരു? അല്ല, ഞാൻ കുഞ്ഞിലെ മുതല് ഒരു 9th പഠിക്കുന്ന മുതല് പ്രൊഫഷണൽ ഷോസ് ചെയ്തു തുടങ്ങിയത്. നാദർശിക്കയുടെ ഷോസിലാണ് ആദ്യം ചെയ്തു തുടങ്ങിയത്. നമ്മള് ഫാമിലി ഫ്രണ്ട്സ് ആണ്. അങ്ങനെ ഇക്കയുടെ ഷോസ് ആണ് കൂടുതൽ ചെയ്തിട്ടുള്ളത്. അങ്ങനെ പാടി തുടങ്ങിയത്. പിന്നെ മണിച്ചേട്ടന്റെ ഷോസ്, നാദർശിക്ക മണിച്ചേട്ടനായിരുന്നു ആദ്യത്തെ. മണിച്ചേട്ടൻ്റെ കൂടെയൊക്കെ പ്രോഗ്രാം ചെയ്യാൻ പറ്റിയ പാടാൻ പറ്റുന്ന ഭയങ്കര എന്താ പറയാ, ഭയങ്കര ഒരു ഭാഗ്യ. ആദ്യം ഇവർ ഒന്നിച്ചായിരുന്നല്ലോ. അതെ, മണിനാഥം ആയിരുന്നു ഫസ്റ്റ്. അതിലായിരുന്നു നമ്മളെല്ലാരും ഉണ്ടായിരുന്നു. പിന്നെ അവർ രണ്ട് ഷോ, മണികിലക്കം വേറെ, നാദർ ഷോ വേറെ, അങ്ങനെ. അപ്പൊ അതിലും ആർട്ടിസ്റ്റുകളെല്ലാം ഒന്നായിരിക്കും. ഇവിടെ നിന്ന് എല്ലാവരും അങ്ങോട്ട് പോകും, അവിടെ നിന്ന് എല്ലാവരും ഇങ്ങോട്ട് വരും. ഇത് തന്നെയായിരുന്നു. മണിച്ചേട്ടന്റെ കാര്യം പറഞ്ഞോണ്ട് ഞാൻ പറയാം, മണിച്ചേട്ടനായിട്ടുള്ള ഏറ്റവും നല്ലൊരു മെമ്മറി ഷെയർ ചെയ്യാൻ പറഞ്ഞത് അങ്ങനെ ചോദിച്ചാൽ സ്റ്റേജിലുള്ളതൊക്കെ തന്നെ ആയിരിക്കും. മണിച്ചേട്ടൻ എല്ലാവരോടും മീൻസ് നമ്മൾ ഒന്നിച്ച് പാടുമ്പോ പിന്നെ സ്റ്റേജിൽ പുള്ളി കൈകാര്യം ചെയ്യുന്ന ഒരു രീതിയുണ്ട്. പുള്ളി ഇങ്ങനെ ഇറങ്ങി, എന്റെ ഓർമ്മയിലൊക്കെ മണിച്ചേട്ടൻ ഇങ്ങനെ ഇറങ്ങിയിട്ട് ഇങ്ങനെ തള്ള. മണിച്ചേട്ടൻ്റെ അടുത്തേക്ക് ഒരാൾക്ക് വരാൻ പറ്റില്ല. പുള്ളി ഭയങ്കര സൈസാണല്ലോ. പുള്ളി ഇങ്ങനെ ആളുകൾ വരുന്നത് പുള്ളി ഇങ്ങനെ തള്ളും. അപ്പൊ അടുത്തേക്ക് വരാൻ പറ്റില്ല. അതിങ്ങനെ ഒരു നമ്മൾ നോക്കുമ്പോ വളരെ സ്ട്രോങ് ആയിട്ട് ഒരാൾ അങ്ങോട്ട് പോകും, ഇങ്ങോട്ട് വരും. പക്ഷെ ഇത്രയും ആൾക്കാരുടെ മനസ്സിൽ ഇടം പിടിച്ച ഒരു വ്യക്തിയും കൂടെയാണ്. അതാ, അത് രസമാണ്. പുള്ളിയുടെ ഒരു പോക്കുണ്ട് ഇങ്ങനെ. അതായത് ഒരു ഗ്യാപ്പ് ഇട്ടിട്ടേ പോകുള്ളൂ. വളരെ സേഫ് ആയിട്ട് പോകും, വരും. മണിച്ചേട്ടനെ കാണുമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹം, പരിചയപ്പെടണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ കൈരളിയായിട്ട് വളരെ അടുത്ത് അസോസിയേറ്റ് ചെയ്തതാണ് മണിച്ചേട്ടൻ. കൈരളിയിലെ ആൾക്കാരെല്ലാം നമ്മൾ ഷൂട്ടിന് പോകുന്ന ദിവസം പറയും ഇന്നലെ മണിച്ചേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറയും. അല്ലെങ്കിൽ മണിച്ചേട്ടന്റെ വീട്ടിൽ പോയിട്ട് ഞങ്ങൾ ഗ്രൂ എല്ലാം വന്നതേ ഉള്ളൂ എന്ന് പറയും. കൈരളിയുടെ ഒരാളായിരുന്നു മണിച്ചേട്ടൻ. കൈരളിയുടെ സ്വന്തം ആളാണ്. മാത്രമല്ല പുള്ളിക്കുള്ള ഒരു ഓറ ഉണ്ടല്ലോ, അത് ഭയങ്കര വലുതാണ്.
പുള്ളിയുടെ എല്ലാ സ്റ്റേജസും കൈരളിയുടെ ക്യാമറാമാനും ക്രൂവും ഒക്കെ കണ്ടിട്ടുണ്ട്. എല്ലാ സ്റ്റേജസും, ചേട്ടന്റെ പീക്ക് ടൈമും അതിനുശേഷമുള്ള ചേട്ടൻ ആ ഗ്രാജുവൽ ആയിട്ടുള്ള നമ്മള് ഈ ട്രാവൽ ചെയ്തൊക്കെ ഷൂട്ടിന് പോകുന്ന സമയത്ത് ഇവരെല്ലാവരും നമ്മളടുത്ത് പറയും മണിച്ചേട്ടന്റെ അസോസിയേറ്റ്. നമുക്ക് ഭയങ്കര ആഗ്രഹം. അപ്പൊ ഞാൻ പറഞ്ഞു ചേട്ടാ പുള്ളി ഇനി വരുമ്പോഴത്തേക്ക് ഒന്ന് പരിചയപ്പെടണം. അതൊരു നടക്കാതെ പോയൊരു ആഗ്രഹമായി പോയി എനിക്കത്. ഞാൻ ഒരുപാട് സ്റ്റേജിൽ മറ്റേ സുന്ദരിയെ വെച്ച് ഞങ്ങള് പാടിയിട്ടുണ്ട്. ആദർശിക്കയും മണിച്ചേട്ടനും ഞാനും കൂടെ ആയിരിക്കും പാടുന്നത്. ലൈക്ക് ഓഫ് സ്ക്രീനിലും മണിച്ചേട്ടൻ അങ്ങനെ തന്നെയായിരുന്നു. അങ്ങനെ തന്നെയായിരുന്നു. ആ അതന്നെ ആള് ഷീഖാന്റെ ഒക്കെ തരുമ്പോ ഇങ്ങനെയൊക്കെ തന്നല്ലോ. ഒരുപാട് കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. കൈ പിടിച്ച വേദന മുഖത്ത് വന്നു. ഓക്കെ, അപ്പൊ നമുക്ക് പ്രൊഡ്യൂസറിന്റെ ഒരു പാട്ട് കേട്ടാലോ? അയ്യോ ഉറക്കമല്ലാത്ത അല്ല, മണിനാഥൻ പോലുള്ള ഒരുപാട് വലിയ പരിപാടികളിൽ പാടിയിട്ടുള്ളതാണ്. അപ്പൊ പാടുമ്പോ അയ്യോ എന്തിന്? അല്ല പാട്ടിന്റെ ആവശ്യമില്ലല്ലോ. ഒരു സിംഗർ ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല. എന്തിന് പാട്ടെന്ന് ഒരു പുഷ്പം വേണോ? ആ പിന്നെന്ത്? വേണ്ട വേണ്ട വേണ്ട. ഇവിടെ അങ്ങനെയാണ് ഞാനൊരു മെമ്മറി ഷെയർ ചെയ്തോട്ടെ. ഈ സമയത്ത് പ്രഭാതകരിൽ നടക്കുന്ന സമയം. അപ്പം നമ്മള് ഒരു ദിവസം തന്നെ ഒരു 6-7 എപ്പിസോഡ്സ് ഉണ്ടാവുമല്ലോ. അപ്പൊ നമ്മള് ഇൻട്രോ പറഞ്ഞു അവസാനം ആകുമ്പോ ഇല്ലാതാവും. ഇല്ല ഇൻട്രോ പുതിയ ഞങ്ങള് എന്ത് പറയും എന്നൊക്കെ ഞങ്ങളിങ്ങനെ ആലോചിക്കും. അപ്പൊ ഞാൻ രക്ഷപ്പെട്ടു പോകണം. ഞാൻ ഒരു പാട്ട് പാടും. ഞാനിപ്പോ ഒരു പാട്ട് പാടി ബാക്കി നീ പറഞ്ഞോന്ന് പറയും. അപ്പൊ ഇവൻ എന്ത് ചെയ്തു? ഇവൻ അങ്ങോട്ട് ദേഷ്യം കേട്ടു. ഞാൻ ഇന്ന് പാട്ട് പാടും. ഉച്ചയ്ക്ക് അവിടെ ഇരുന്ന് ഞാൻ എന്നിട്ട് മേക്കപ്പ് റൂമിൽ ഇരുന്ന് പാട്ട് പഠിപ്പിച്ചു. അപ്പൊ ഒരു പുഷ്പം എന്നുള്ളത് ഒരു പുഷ്പം പാടണേ. ഞാൻ അവിടെ തിരുത്തു. പുഷ്പം അല്ല പുഷ്പം എന്ന് പറഞ്ഞു. പുഷ്പം പാടിയ അല്ല എന്താ കുഴപ്പം? നമ്മള് പുഷ്പന്നേ പാടുള്ളൂ. അങ്ങനെ ഈ പാട്ട് പാടുമ്പോഴല്ലോ ഈ പ്രൊഡ്യൂസർ അവിടെ പാട്ട് പാടണ്ട, പാട്ട് പാടിയാൽ 2-3 പ്രാവശ്യം പാടി നോക്കി. അപ്പൊ ചേച്ചി സഹിച്ചു. രേണു ചേച്ചി നമ്മുടെ രേണു ചേച്ചി ആയിരുന്നു. ചേച്ചി സഹിക്കുന്നുണ്ട് കൊറേയൊക്കെ. നന്നാവെങ്കിൽ ഇടാം എന്ന് വിചാരിച്ചിട്ട് തന്നെ. പക്ഷെ ഒരു ആക്ച്വലി പുഷ്പം മാറ്റാതെ അവസാനം ചേച്ചി പുഷ്പം ഇല്ലാത്തൊരു പാട്ട് പാടാൻ പറ്റുമെന്ന് ചോദിച്ചു. അവസാനം പാട്ട് വേണ്ട ഇതെല്ലാം പറഞ്ഞിട്ട് ഞാൻ പാടാം. അതിന് മുമ്പ് ഇവന്റെ ഒരു ബംഗാളി പാട്ടുണ്ട്. ഞാൻ ലാസ്റ്റ് പാടി നിർത്താം. ഓക്കെ, അത് നന്നായിട്ട് പാടൂട്ടാ. സീരിയസ് ആയിട്ട് പുഷ്പം വേറെ, പക്ഷെ ഇത് നന്നായിട്ട് പാടും. ഭാഷ നമുക്ക് അറിയില്ല. മാനേജ് ചെയ്യുന്നുണ്ടോ? തെറ്റിയാൽ ഇതുപോലെ വർക്ക് ലൈഫ് ഇത് ബാലൻസ് ചെയ്യുന്ന ഉറക്കം കിട്ടിയാന്. പാട്ടോ ബംഗാളി പിന്നെ അത് ഉറപ്പായിട്ട് വേണം. ബംഗാളി പാട്ട് വേണം. कागज के दो पंख लेके उड़ा चला जाए रे, जहाँ नहीं जाना था ये वही चला हाय रे, उम्र का ये ताना बाना समझ न पाए रे, जुबां पे जो मोह माया नमक लगाए रे, कि देखे न भाले न जाने न दाए रे, दिशहारा कैब मौका മൊണ്ടാരേ. ഇതെങ്ങനെ അറിയാ? അല്ല ബംഗാളികൾ മൊത്തം ഇവിടെ ഉണ്ട് കേരളത്തിൽ. നമ്മള് ഒരു ദിവസം ബംഗാളി ടച്ച് ചെയ്യാത്ത ഒരു ദിവസം ലൈഫില്ലല്ലോ. സംസാരിക്കും ഓട്ടോമാറ്റിക്കലി. അല്ല അത് പാടിയപ്പോ ഞാൻ ഞെട്ടിട്ടോ. ഇവന്റെ മാത്രം പാട്ടാണ് ഞാൻ വിചാരിച്ചിരുന്നത്. ഇൻസ്റ്റാഗ്രാമിൽ ഭയങ്കര വൈറലായ പാട്ടാണല്ലോ. നമ്മുടെ നാട്ടിലുള്ള അന്യ സംസ്ഥാന തൊഴിലാളികൾക്കെല്ലാം വേണ്ടിയിട്ട് ഈ പാട്ട് നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. അല്ല ഒരുപാട് നല്ല കഴിവുള്ള ആൾക്കാരുണ്ട് അതിന്റെ അകത്ത്. ഇപ്പം അതിന്റെ അകത്ത് തന്നെ ഇപ്പൊ ലൈക്ക് മാജിക് ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട്. കുട്ടികൾ വരെ ഭയങ്കര സ്കിൽഡ് ആയിട്ട്. നമ്മുടെ മലയാള പാട്ടുകൾ നന്നായിട്ട് ഒരുപാട് അറിയോ? മലയാളം സംസാരിക്കുന്ന ആൾക്കാർ ഇഷ്ടംപോലെ. ഏറ്റവും നല്ല സിംഗർ ശ്രേയ ഘോഷൽ ബംഗാളിയാണ്. അങ്ങനെ ബംഗാളി എന്ന് പറഞ്ഞാൽ നമ്മള് പുച്ഛിക്കേണ്ട കാര്യമൊന്നുമില്ല. സത്യം. ഞാൻ തന്നെ പറഞ്ഞിട്ട് ഞാൻ തന്നെ തിരുത്തുവാ. അടി കിട്ടിയാലോ വെച്ചിട്ട് ഉടനെ ബംഗാളി പാട്ടുണ്ട്. ബംഗാളി പാട്ട് പാടാ. ബംഗാളികൾ നമ്മുടെ സ്വന്തം ആൾക്കാരാണ്. അതാണ് അപ്പൊ ജീവിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്യാൻ അറിയാവേ. എന്നാ പിന്നെ എന്തുകൊണ്ട് ഉറങ്ങുന്നില്ല? അതെനിക്ക് പറ്റാത്തോണ്ടാന്ന് പറഞ്ഞില്ലേ. ഞാൻ മനപ്പൂർവ്വം ഇന്ന് ഉറങ്ങരുത് നീർച്ച് കിടക്കുന്നതല്ല, ഉറങ്ങാൻ പറ്റുന്നില്ല. എന്നിട്ട് ഞാൻ തീരെ ഉറങ്ങാതെ ഞാൻ ചത്തുപോയില്ലേ. ഞാൻ തീരെ ഉറങ്ങുന്നില്ല എന്നല്ല, വെളുപ്പിനൊക്കെ ആവുമ്പോ നമ്മൾ അറിയാതെ ഉറങ്ങി പോവില്ലേ. ഒരു 4 മണിയൊക്കെ ആകുമ്പോ 5:30 എണീക്കണം. മോളെ സ്കൂളിൽ വിടണ്ടേ. അതാണ് അവസ്ഥ. അല്ല അതിനാണ് ഈ പാട്ട് തീരുന്നത്. മോളൊന്ന് വിളിച്ചോണത്തിന് രാവിലെ ഈ പാട്ട് തീരുന്നത് അങ്ങനെയാണ്. മോളൊന്നും വിളിക്കുന്നില്ല. അമ്മ ഇതൊരു എൻറ്റില്ലേത്. അതായത് നമ്മളെ ഒരു ഓവർനൈറ്റ് ഡെയിലി നടക്കുന്ന ഒരു സംഭവത്തിന് ബേസ് ചെയ്തിട്ടാണ് ഇങ്ങനെ സംഭവം വന്നിരിക്കുന്നത്. അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ,
ഇപ്പൊ നമ്മൾ ക്രിയേറ്റീവ് ആയിട്ടൊരു സംഭവം ചെയ്യുമ്പോഴത്തേക്ക് ഇപ്പൊ ആസ് എ പ്രൊഡ്യൂസർ, സിംഗർ ആൻഡ് ഡയറക്ടർ. ഈ പ്രൊഡ്യൂസർ ഒന്നും പറയില്ല, ചുമ്മാ അയ്യേ അതൊക്കെ ഇവൻ ചുമ്മാ ഇവരൊക്കെ കൂടെ ശരി എന്നാ പോകട്ടെ. പ്രൊഡ്യൂസർ നമ്മൾ വിട്ടിരിക്കുന്നു, ആർക്കും കാശ് കൊടുത്തിട്ടില്ല, പിന്നെ ഇങ്ങനെ പ്രൊഡ്യൂസർ അത് സത്യം. കണ്ടോ ആ അത്ര നേരം പറഞ്ഞ് ചിരിച്ചോണ്ടിരുന്ന മോഹൻ വരെ മാറിപ്പോയി. അല്ല ആരും കാശ് പ്രതീക്ഷിച്ചല്ല കേട്ടോ വർക്ക് ചെയ്തിരിക്കുന്നത്, അതും പറയണമല്ലോ. ഇവൻ മാത്രമൊന്നുമല്ല, ഹരീഷ് എല്ലാരും ചേച്ചി നമുക്കിത് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് പാട്ടിനോടുള്ള രസം, അത് നല്ല രസമുണ്ടല്ലോ. പാഷനേറ്റ് ആയിട്ടുള്ള ആൾക്കാർ ഒരുമിക്കുമ്പോ അവിടെ പൈസക്ക് ഒരുപാട് പാഷനേറ്റ് ആയിട്ടൊന്നല്ല, ഫ്രണ്ട്ഷിപ്പിന്റെ പുറത്താണ്. അപ്പൊ ഫ്രണ്ട്ഷിപ്പിന്റെ പുറത്താണ് അതാണ് അതെ, നമ്മുടെ ഒരു ഗ്യാങ് ചെയ്ത പാട്ട് അത്രേ ഉള്ളൂ. ഈ ക്രിയേറ്റീവ് ആയിട്ടൊരു സംഭവം നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും ക്രിയേറ്റീവ് ഡിഫറൻസി എന്ന് പറയുന്നൊരു സാധനം ഉണ്ടാവും. ഇപ്പം മീര പറഞ്ഞു പോകുന്ന ഒരു സാധനത്തിലേക്ക് മേ ബി ചിലപ്പോൾ എനിക്ക് എത്തിച്ചേരാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരും. അപ്പൊ അങ്ങനെയുള്ള സമയങ്ങളിൽ ശരിക്കും എന്താണ് അവിടെ വർക്ക് ചെയ്യുന്നത്? അടിയുണ്ടാക്കും. അതെ, അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അല്ല, പക്ഷെ ചില കാര്യങ്ങളൊക്കെ ഞാൻ പറയുമ്പോഴേ ഇത് തന്നെ ഞാൻ വിചാരിച്ചു, ഞാൻ കൊണ്ട് ഐഡിയ പറയുമ്പോൾ മുമ്പ് പറഞ്ഞിടായിരുന്നു, അല്ല ഇത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അല്ല ഞങ്ങളെ ഏതാണ്ട് ഞാൻ ആദ്യം പറഞ്ഞു ഞങ്ങൾ ഏതാണ്ട് സെയിം വൈബാ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ വലിയ, എന്നാലും ചിലപ്പോ ഞാനും അവൻ തിരിച്ചും പറയും. അല്ല ഈ പറഞ്ഞ പോലെ മേക്കപ്പ് ചെയ്തിട്ട് ഉറങ്ങാൻ പാടില്ല എന്നുള്ളത് ഞാൻ പറഞ്ഞു, അതിലൊരു അടി ഉണ്ടായി. അടി ഉണ്ടായില്ല, ഞാൻ അങ്ങ് വിഷമിച്ചു പോയി. മേക്കപ്പ് ഇല്ലാത്തൊരു ജീവിതം എനിക്കില്ല. അങ്ങനെയല്ല, ഞാൻ ഉറങ്ങുമ്പോ ആരാ മേക്കപ്പ് ചെയ്യണേ? അത് പാട്ടല്ലേടാ, പാട്ട്. ഞാൻ ഇച്ചിരി ഗ്ലാമർ ആയിട്ടൊക്കെ ഇരിക്കണ്ടേ? എനിക്ക് ഗ്ലാമർ ആയിട്ട് ഉറങ്ങണ്ടേ? ഞാൻ ഉറങ്ങില്ലല്ലോ, ഉറങ്ങാതിരിക്കണല്ലേ. ഉറങ്ങാൻ പോകണവരല്ലേ മുഖം കഴിഞ്ഞിട്ട് പോകേണ്ട ആവശ്യമുള്ളൂ. ഞാൻ ഉറങ്ങുന്നില്ല. ഞാനിട്ട് ഇവരോട് ഞാൻ പ്രോഗ്രാം കഴിഞ്ഞ് വന്നതാ, അപ്പൊ കുഴപ്പമില്ലല്ലോ. എന്തിനൊരു ഉത്തരവുണ്ട്, പിടിച്ചു നിൽക്കാൻ അറിയാം. അതെ അതെ, 4 കാലം വീഴും. അതുപോലെ തന്നെ നമ്മൾ ഈ സ്റ്റുഡിയോയിലും അല്ലെങ്കിൽ ഷൂട്ടിന്റെ സെറ്റിന്റെ ടൈമിലൊക്കെ ഏറ്റവും കൂടുതൽ ഒരു കോർ മെമ്മറി അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ചിരിച്ചത് എപ്പോഴായിരിക്കും? ഈ ഷൂട്ടിന്റെ സമയത്ത്. ഷൂട്ടിനിടയിൽ എന്തായിരുന്നു, വിച്ചു വന്നിട്ട് അതായത് ഉറക്കത്തിന്റെ മേക്കപ്പ് ഇട്ട് നിൽക്കുക. മാസ്ക് വെക്കണായിരുന്നു നമ്മൾ അപ്പൊ തീരുമാനിച്ചിട്ടില്ല. കൊട്ടി മേക്കപ്പ് ഒക്കെ ഇട്ടിട്ട് ജോക്കറിന്റെ മേക്കപ്പ് ഒക്കെ ഇട്ട് നിൽക്കും കേട്ടോ. അപ്പൊ ആദ്യത്തെ മറ്റേ ഈ കിളിപോയ അവസ്ഥ എടുക്കണമല്ലോ, ഫസ്റ്റ് ഫുള്ള് ഞാനാ. അപ്പൊ നീ ഒന്നും പറയാതെ അവൻ രാവിലെ മുഴുവൻ ജോലി ചെയ്തിട്ട് രാത്രി വന്നപ്പോ ഷൂട്ടിന്റെ സമയത്ത് വന്ന, അപ്പൊ അവന് ഉറക്കമില്ല, ഉറക്കമില്ല. എന്നിട്ട് മേക്കപ്പ് ഒക്കെ ചെയ്തിട്ട് നിൽക്കുക. അപ്പൊ ഈ കിളിപോയ അവസ്ഥ, ഇവൻ എന്നെ കണ്ണനങ്ങാൻ സമ്മതിക്കില്ല, കൃഷ്ണമണി അനങ്ങി എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ആദ്യത്തെ 4 പേര് ഇങ്ങനെ എന്നെ കൊണ്ട് എടുപ്പിക്കുക. 3 മണിക്കൂറായി. അപ്പൊ ഇവൻ ബാബു എന്റെ നമ്പർ എന്ന് ചോദിച്ചുകൊണ്ട് അവൻ 1 മണി ഏകദേശം 1:30-2 മണിയോടാണ് അവന്റെ പോർഷൻ തുടങ്ങിയത് തന്നെ. അപ്പൊ അതുവരെ മേക്കപ്പ് ഇട്ടിരുന്നു. അപ്പൊ അതിനുശേഷം ആ മാസ്ക് ഒന്ന് വെച്ചപ്പോഴത്തേക്ക് കുറച്ചുകൂടെ കൊള്ളാന്ന് തോന്നി. അപ്പോഴേക്കും എന്റെ മുഖം ഒന്ന് മാറി. അതുവരെ അവനാണെന്ന് അറിയാൻ പറ്റുവാണല്ലോ. അപ്പൊ പറഞ്ഞു, എടാ ഈ മാസ്ക് കുറച്ചുകൂടെ ചേരാം, അപ്പൊ നമുക്ക് മേക്കപ്പ് വേണ്ട, ആ മാസ്ക് അങ്ങ് വെപ്പിച്ചു. പിന്നെ അവൻ പെട്ടെന്ന് അങ്ങ് ചെയ്തു. വിച്ചു നീ തൂക്കിയടാ. പിന്നെ വിച്ചുവിന്റെ വീട്ടിലാ ഷൂട്ട് ചെയ്ത് കേട്ടോ, ഫ്ലാറ്റിലാണ് ഷൂട്ട് ചെയ്ത്. അല്ല, അവന്റെ അമ്മ ഉറങ്ങിയിട്ടില്ല, അവന്റെ കുഞ്ഞുറങ്ങിയിട്ടില്ല, അവന്റെ വീട്ടിലെ പട്ടി ഉറങ്ങിയിട്ടില്ല, പട്ടി പോലും ഉറങ്ങിയിട്ടില്ല. എന്നിട്ട് അവര് വീഡിയോ കണ്ടിട്ട് എന്തായിരുന്നു അവരുടെ പ്രതികരണം? ബിച്ചുവിന്റെ വൈഫൊക്കെ വിളിച്ചിട്ട് പറഞ്ഞ അഭിപ്രായം എന്ന് പറഞ്ഞു, അടിപൊളി, സൂപ്പർ, നല്ല രസമുണ്ട്. അല്ല ഡയറക്ഷനെ കുറിച്ച് ഉറക്കം രസം അടിപൊളിയായിട്ടെന്ന്. അത് പറയില്ല, ഡയറക്ഷൻ മാത്രം അഭിപ്രായം കിട്ടാതെ ഉള്ളൂ. എന്നാലും പാവം പിടിച്ചെടുത്തിന് 7 മണിക്ക് മേക്കപ്പ് ഇട്ട് നിങ്ങൾ കറക്റ്റ് ആയിട്ട് മാസ്ക്, അത് ആരുടെ ബുദ്ധിയായിരുന്നത്? അല്ല, അവന് മേക്കപ്പ് ജോക്കർ ടൈപ്പിലെ മേക്കപ്പ് ഇട്ടോളൂ എന്ന് പറഞ്ഞു. ഒരു സേഫ്റ്റിക്ക് ഈ മാസ്ക് വാങ്ങി. പക്ഷേ ഈ മാസ്കിൽ കുറച്ച് LED സ്ട്രിപ്പ് ലൈറ്റ്സ് മാറി. അപ്പൊ ഹരീഷ് നമ്മുടെ ക്യാമറമാൻ പറഞ്ഞു നമുക്ക് ഇത് കുറച്ചുകൂടെ കൊള്ളാന്ന്. അങ്ങനെ വന്നപ്പോ അപ്പൊ മനസ്സിലായി ഇവർ രണ്ടുപേരല്ല വില്ലൻ, ശരിക്കും ഹരീഷാണ് വില്ലൻ. അല്ല, പൊതുവെ അവനൊരു പേരുണ്ട് അങ്ങനെ, തെറിക്കപ്പെട്ടവരുന്ന്. നമ്മളിട്ട പേര് അത് എല്ലാത്തിനും അവസാന നിമിഷം തെറിച്ചോണവല്ല. ഇത് ശരിക്കും നിങ്ങൾ കൈരളി വരുമ്പോ തൊട്ടുള്ള ബന്ധമാണ്? കൈരളിയിൽ വന്ന് ഫസ്റ്റ് ഡേ, ഇത് പ്രഭാത കൈരളി ഷൂട്ടിന് വന്ന ഫസ്റ്റ് ഡേ കണ്ടാണ്. എനിക്കൊന്ന് ഒരു 2013-12 ആ ഒരു കാലഘട്ടം. ആ സമയത്ത്, അതായത് ഇപ്പൊ ഏകദേശം 14 വർഷത്തോളമായി. 14 വർഷത്തെ ഫ്രണ്ട്ഷിപ്പ് എങ്ങനെ തോന്നുന്നു? ലൈക്ക് ഇങ്ങനത്തെ ഏറ്റവും അടുത്തായിരുന്നു അല്ലെങ്കിൽ 10 വർഷത്തിന് മേലെ നമ്മളെ കൂടെ നിൽക്കുന്ന ഒരാളെന്ന് പറയുമ്പോൾ ദാറ്റ് ലൈക്ക് ഒരു ഫാമിലി മെമ്പർ പോലെ ആയിട്ടുണ്ടാവും സ്വാഭാവികമായിട്ടും. അപ്പൊ എങ്ങനെയാണ് നിങ്ങളുടെ രണ്ടുപേരും ആ ബോണ്ടിനെ നിങ്ങൾ ലൈക്ക് ഹൗ സ്പെഷ്യൽ ദാറ്റ് ഈസ്? എന്നെ സംബന്ധിച്ച് അന്ന് നമ്മൾ പരിചയപ്പെട്ടതിന്റെ അന്ന് മുതൽ മീര വളരെ അടുപ്പമുള്ള ഒരു ഫ്രണ്ടാണ്. എന്ത് കാര്യങ്ങളും നമുക്ക് തുറന്നു പറയാം, സംസാരിക്കാം. അതുപോലെ ഒരു ഗ്യാപ്പ്, ഞാൻ 7 വർഷം വിളിക്കുന്ന ശീലം ഒന്നുമില്ല, എന്നാലും ഒരു കൊല്ലം കഴിഞ്ഞിട്ട് ഗ്യാപ്പിൽ വിളിച്ചാൽ പോലും ആ ഒരു ഗ്യാപ്പ് ഫീൽ ചെയ്യില്ല. നമ്മൾ വിളിക്കുമ്പോൾ ഞാൻ എന്താ പറയാ അതേ പറയത്തുള്ളൂ. അങ്ങനെ ഒരു പരാതി നീ വിളിക്കാറില്ലല്ലോ അല്ലെങ്കിൽ വിളിച്ചില്ലല്ലോ എന്ന് പറയാറുണ്ട്. അപ്പൊ ഞാൻ ഒരു സോറി പറയുമ്പോഴത്തേക്ക് അതങ്ങ് മാറും. ഇവന്റെ ഗുണം എന്താ പറയാ,
പെട്ടെന്ന് ഞാൻ ഏറ്റെടുക്കും. അക്സെപ്റ്റ് ചെയ്യും. ആ എടി പറ്റിപ്പോയി, പിന്നെ നമ്മൾ എന്ത് പറയും? മീൻസ് നമ്മൾ നമ്പായി പോകും. ലൈക്ക് ഇത്ര ഇതായിട്ട് പറയുമ്പോ പിന്നെ നമ്മൾ അങ്ങനെ നമ്മള് ചീത്ത പറഞ്ഞ ശരിയല്ലോ, എന്തെന്നാണോ ചോദിച്ചു സോറി എടി എന്ന് പറയപ്പോഴേ മറ്റുള്ളവരിങ്ങനെ തർക്കിച്ച് വെക്കല്ലേ, ഇത് അവനത് ചെയ്യൂല, സോറി അലിയുന്ന മനസ്സാ. അപ്പൊ അത് എനിക്ക് ആങ്കറിംഗിലെ ഫ്രണ്ട്സ് കുറവാ, പക്ഷെ അതിൽ നിന്ന് കിട്ടിയൊരു നല്ല ട്രൂ ഫ്രണ്ട് ആണ് മീര. എനിക്കും അങ്ങനെ വളരെ ക്ലോസ് ആയിട്ട് അതായത് ഞാനിപ്പോ എന്തെങ്കിലും ഒരു ടെൻഷൻ സങ്കടം പറയാനായിട്ട് എടാ അതേ എന്ന് പറയുമ്പോ ഞാൻ ഇവിടെ നിന്ന് പറയണെങ്കിൽ അവൻ അവിടെ നിന്ന് 2 സങ്കടം ഇങ്ങോട്ട് പറയും. അപ്പൊ നമ്മള് പണ്ടാറും ഏറ്റവും വലിയ റിലേഷൻ ആണ് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത്. നമുക്ക് വളരെ റെയറാണ് ഇന്നത്തെ കാലത്ത്. ഇതിൽ ഈഗോ വരും. ഈ ഫോൺ എടുക്കാതിരുന്നാൽ തന്നെ കട്ടായി പോകുന്ന പല ഫ്രണ്ട്സും ഉണ്ട്. ആ ഈഗോ മാത്രമല്ല, അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് പറയും. മറ്റൊരാളുടെ അവൻ എന്തായിരിക്കും ആ സിറ്റുവേഷനിൽ തിങ്ക് ചെയ്യില്ല പലരും. അതുകൊണ്ടാണ് ആ പ്രശ്നം വരുന്നത്. എല്ലാവരും ഒരു മൈൻഡ് സെറ്റ് ഇരിക്കണമെന്നില്ല. പിന്നെ എടാ ആളെ എന്തോടാ എന്ന് പറഞ്ഞ തീരുന്ന ഒരു സാധനം ഉണ്ട് അവിടെ. അതാണ് സ്ട്രോങ് ഫ്രണ്ട്ഷിപ്പ്. നമുക്കൊക്കെ എല്ലാവർക്കും അങ്ങനെ ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. ലൈഫിൽ വേറൊന്നും വേണ്ടെന്നുള്ളത് ഞാൻ പറയത്തുള്ളൂ. ഒരു മനുഷ്യനായിട്ട് കൊണ്ട് നമുക്കൊരു വിഷമം വരുമ്പോ ചായ്ക്കാൻ ഒരു തോളെങ്കിലും ഉണ്ടാക്കി വെക്കണം എന്നുള്ളതാണ്. അത്തരത്തിലുള്ള ഒരു അളിയനാണ്. അല്ല, മീരയുടെ ഒരു പ്രത്യേകത ഉണ്ടല്ലോ, ഈ നമ്മൾ ആണുങ്ങളുടെ അടുത്ത് പറയുന്ന ജോക്സ് ഒക്കെ ഇല്ല, ടൈമിങ്ങോട് തിരിച്ചടിക്കും. നമ്മുടെ ഒരു ആൺ സുഹൃത്തിനോട് സംസാരിക്കുന്ന അതേ കാര്യം പെട്ടെന്ന് കൗണ്ടർ അടിക്കും. അപ്പാരെ കൗണ്ടറാണ്. അതല്ല, ഇത് പറഞ്ഞ വളരെ കറക്റ്റ് ആണ്. കാരണം ഇടയ്ക്കൊരു സമയത്ത് നമ്മൾ ഷൂട്ടിന്റെ കാര്യങ്ങൾ സംസാരിക്കുന്ന സമയത്ത് ഓരോ ദിവസം എന്നെ വിളിച്ചിട്ടുണ്ടായി. വിളിച്ചപ്പോഴത്തേക്ക് എന്റെ കോളർ ടൂൺ അപ്പൊ വേറൊരു ആ സോങ് ആയിരുന്നു. മേ ബി ഞാൻ അതൊരു ഫണ്ടിന് വേണ്ടി ലൈക്ക് കേൾക്കുമ്പോ രസമാണല്ലോ, അപ്പൊ അത് കാരണം അങ്ങനെ ഫണ്ടിന് ഇട്ടതാ. പക്ഷെ എന്താ പറയാ, അപ്പൊ ഞാൻ ഫ്രണ്ട്സിനോട് ചായ കുടിച്ചോണ്ടിരിക്കും. അപ്പൊ ഞാൻ കയ്യിൽ കട്ട്ലറ്റും ചായലായത് കാരണം ഫോൺ സ്പീക്കറിലായിട്ടിരുന്നേ വെച്ചിട്ട് നല്ല പാട്ടാണല്ലോ, പ്രൊഡ്യൂസർക്ക് ഇടാൻ പറ്റിയ പാട്ടാണ്. ആ റെസ്റ്റോറന്റ് മുഴുവൻ ഒന്ന് നോക്കിയല്ലേ. അത് മാറ്റിയില്ല ഇപ്പൊ. നമ്മുടെ പാട്ട് ഹലോ ട്യൂൺസിൽ അവൈലബിൾ ആണ്. അല്ല മീര, നമ്മുടെ പാട്ട് ഹലോ ട്യൂൺസിൽ അവൈലബിൾ ആണ്. നമ്മുടെ ഫേസ്ബുക്കില്, വാട്സപ്പില്, ഇൻസ്റ്റയിൽ എല്ലാത്തിലും നമ്മുടെ ഉറക്കം സ്ലീപ്പ് എന്ന് കാണിച്ചോട് നമ്മുടെ പാട്ട്. അപ്പൊ ഇനി ഉറക്കമില്ലാത്തവർക്ക് ആ പാട്ട് സ്റ്റാറ്റസ് ഇടണമെങ്കിൽ നമ്മുടെ പാട്ടെടുത്തിടാം. അപ്പൊ നമുക്ക് എന്നാ പിന്നെ പെട്ടെന്ന് ഒരു ക്വിക്ക് റാപ്പിഡ് ഫയർ ഉണ്ട്. ആർക്കും പറയാമോ അതോ രണ്ടുപേരും പറയണം. ഓക്കെ. മോർണിംഗ് പേഴ്സൺ ഓർ നൈറ്റ് പേഴ്സൺ? എന്നോട് ഈ ചോദ്യം എന്നോടോ പല ചോദ്യം. നീ? ഞാനൊരു മോർണിംഗ് പേഴ്സൺ ആണ്, ബട്ട് മോർണിംഗ് സ്റ്റാർട്ട്സ് ഫ്രം 10 o'clock ഉള്ളതേ ഉള്ളൂ. ഒരു ശരാശരി 12 ദിവസം തുടങ്ങുന്നത് 10 മണിക്കാണ്. അതെ, ആ രീതിയിൽ മോർണിംഗ് പേഴ്സൺ ആണ്. അത് മോർണിംഗ് ആവില്ല, അതല്ലേ ഒരു 6 മണിക്ക് എണീറ്റാലും നമ്മള് വീണ്ടും കിടക്കും. അങ്ങനത്തെ ശീലമൊക്കെ ഉള്ളതാണ്. പ്രത്യേകിച്ച് അങ്ങനെ ടൈമില്ല. രാത്രി ഉറക്കമുണ്ട്, ഉറങ്ങും. സൈലൻസ് ആണോ ഇഷ്ടം, ഒരുപാട് സംസാരിക്കുന്നതാണോ ഇഷ്ടം? എനിക്ക് സംസാരിക്കാൻ ഇഷ്ടമാണ്, പക്ഷെ എനിക്ക് ഇഷ്ടം സൈലൻസ് ആണ്. എനിക്ക് അപ്പുറത്തൊരു സൈക്കോണ്ട്. അതായത് ഞാൻ ഒരുപാട് സംസാരിക്കും, അത് മറ്റുള്ളവർക്ക് വേണ്ടിട്ടാ. പക്ഷെ എനിക്ക് ഒറ്റയ്ക്ക് റൂമിൽ അങ്ങനെ ഇരിക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. സൈലൻസ് ആണ് എനിക്ക് ഇഷ്ടം. എനിക്ക് ഇഷ്ടം, പക്ഷെ ഞാൻ ആളുകൾ കൂടെ ഞാൻ ഒരുപാട് സംസാരിക്കും. അപ്പൊ ഏതാ ഇഷ്ടം എന്ന് വെച്ചാൽ എനിക്ക് അറിയില്ല. രണ്ട് ധ്രുവങ്ങളിലാണ് ഞാൻ എന്റെ വളരെ കംഫർട്ട് സോണിലുള്ള ഫ്രണ്ട്സിന്റെ അടുത്താണെങ്കിൽ നന്നായിട്ട് സംസാരിക്കും. പക്ഷെ എനിക്ക് കൂടുതലും ലിസൺ ചെയ്യാനാണ് ഇഷ്ടം. അവർ പറയുന്നത് കേൾക്കാൻ ഇഷ്ടമാണ്. ഓക്കെ. ഫസ്റ്റ് തിങ് യു ഡു ആഫ്റ്റർ വേക്ക് അപ്പ്? വെരി ഫസ്റ്റ് തിങ്? ഫോൺ നോക്കല്. ജനുവലി ഒരു ടീക്ക് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആണ്. തൈറോയിഡ് ഉണ്ട്, അതുകൊണ്ട് തൈറോയിഡ് മെഡിസിൻ കഴിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. അല്ല, ആദ്യം തൈറോയിഡ് മെഡിസിൻ കഴിച്ചിട്ട്. One habit you are trying to change? ഉറക്കമയുടെ പ്രൊമോഷൻ വന്നതാണ്, അത് വിട്ട് ഒരു പരിപാടിക്ക് ഞാനില്ല. റാപ്പിഡ് ഫയർ എന്നുള്ള പരിപാടി താൽക്കാലികമായി മാറ്റി വെച്ചിരിക്കുന്നു. എന്റേത് ബേസിക്കലി ടൈമിങ് സമയത്തിന് പണ്ട് ഇവിടെ ഷെഡിൽ ഔട്ട് ചെയ്യുന്ന സമയത്തും 3:30 നമുക്ക് ലൈവ്. അപ്പോഴും ഞാൻ ഓടിപ്പിടച്ച അരുൺ ചേട്ടനാ മേക്കപ്പ് മാൻ. ഇവിടെ നേരെ വന്ന് മേക്കപ്പ് റൂമിൽ കയറി ഓടുന്ന ഒരു പതിവുണ്ട്. അതുപോലെ ഫുഡ് കൊണ്ടോട് പ്രീതി ചേച്ചിയും ഈ ടൈമിങ്ങിന്റെ കാര്യം പറയും. ആ ലേറ്റ് ആയിട്ട് എത്തുക എന്നുള്ള ശീലം മാറ്റണം എന്നുള്ള ന്യൂ ഇയർ റെസൊല്യൂഷനിലാണ് ഞാൻ തുടങ്ങിയത്. അതുകൊണ്ട് ഇന്ന് നമ്മൾ നേരത്തെ അരവിന്ദ് പറഞ്ഞ 10 മണിക്കെത്തി. അതിന്റെ പുറകിൽ ഒരു വെളുത്ത കരങ്ങളുണ്ട്. ഈ സ്ഥിരം പരിപാടി കാണിക്കരുത് എന്ന് പറഞ്ഞിട്ട് ഞാൻ വിളിച്ചുകൊണ്ടേയിരുന്നു. അയ്യോ രക്ഷയില്ല, മിസ്റ്റർ ലേറ്റ് എന്ന് പേരിട്ട് എന്തോന്ന് അപ്പുറത്തുനിന്ന് വിളി കേൾക്കും. യു ലവ് എ സിറ്റി ലൈഫ് ആണോ ഒരു കാം ലൈഫ് ആണോ ഇഷ്ടം?
വീണ്ടും ഞാൻ പഴയ ഉത്തരത്തിലേക്ക് പോകും. എനിക്ക് താമസിക്കാൻ എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു ഉത്തരത്തിൽ എന്താ നിൽക്കാൻ അറിയോ, എനിക്ക് മറ്റേ വളരെ കാമായിട്ടുള്ള സ്ഥലത്ത് 2 ദിവസം താമസിക്കാം ഓക്കെ. ഒരു ചേഞ്ചിന്. അത് കഴിയുമ്പോൾ തൊട്ടടുത്ത് അപ്പുറത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ സൂപ്പർ മാർക്കറ്റും കാര്യങ്ങളൊക്കെ ഉള്ള നമ്മൾ അങ്ങനെ ശീലിച്ചു പോയല്ലോ, മുള്ള കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് താമസിക്കാൻ ഇഷ്ടം. എപ്പോഴും ഇത്തിരി തിരക്കുള്ള ഏരിയയാണ്, എന്നാൽ ഒരു ചേഞ്ചിന് എപ്പോഴും ഭയങ്കര രസമാണ്. എന്നെ സംബന്ധിച്ച് ഞാൻ ബോംബെയിലായിരുന്നു കഴിഞ്ഞൊരു 7-8 വർഷം. അപ്പൊ മുംബൈ ലൈഫ് എന്ന് പറയുമ്പോഴത്തേക്കും അത് പറഞ്ഞു വന്നിട്ട് പറഞ്ഞ അപ്പൊ അവിടെ ബോംബെയിലുള്ളപ്പോഴത്തേക്കുണ്ടല്ലോ ശരിക്കും അതിന് ആ ഒരു ബോംബെക്ക് ഒരു ഭയങ്കര സ്പെഷ്യാലിറ്റിയാണ്. നമുക്കൊരു ഭയങ്കരമായിട്ടുള്ളൊരു ഇഷ്ടം ബോംബെയോട് തോന്നും. എന്താണെന്നറിയില്ല, ഇപ്പൊ ഫാസ്റ്റ് ലൈഫാണ്, ബട്ട് സ്റ്റിൽ അവിടുത്തെ ഓരോ നൂക്ക് ആൻഡ് കോർണറും നമുക്ക് ഓരോ നല്ല മെമ്മറീസ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ബോംബെ ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ നമ്മുടെ നാട് കഴിഞ്ഞാൽ ബോംബെ ആണ് ഏറ്റവും ബിസിയസ്റ്റ് ആയിട്ടുള്ള സ്പേസ് കൂടെയാണ്. എല്ലാരെയും വെൽക്കം ചെയ്യുന്ന ഒരു നാടാണ്. എല്ലാരും ഉണ്ട്. നമ്മുടെ ഇന്ത്യയുടെ ഒരു ചെറിയ ഒരു മിനിയേച്ചർ ഇന്ത്യ തന്നെ മുംബൈക്കാണ്. എസ്പെഷ്യലി മലയാളീസ്. അയ്യപ്പൻ കോവിലുണ്ട്, ഗുരുവായൂരപ്പൻ ടെമ്പിൾ അവിടെ ഉണ്ട്, എല്ലാം മുരുകൻ കോവിലുണ്ട്. അവിടെ നടക്കാറുള്ള എല്ലാ മലയാളി സമാജം പ്രോഗ്രാംസും അവിടെ വരാറുണ്ട്. അല്ല, എന്താ മുംബൈയെ കുറിച്ച് പറഞ്ഞപ്പോഴത്തേക്ക് പറയാൻ ഇവിടുന്ന് കൈരളിയില് വളരെ തിരക്ക് പിടിച്ചിരിക്കുന്ന സമയത്ത് ഒറ്റ മുങ്ങി നേരെ നാപ്ടോളിലേക്ക്. എങ്ങനെ ഉണ്ടായിരുന്നു ആ ലൈഫ്? കാരണം നമ്മള് ഇവൻ സംസാരിക്കും ബാക്കിൽ എമർജൻസി ലൈറ്റ് അല്ലോ ശരിക്കും വെച്ചിട്ടൊന്നുമില്ല, എഡിറ്റർ ഇടുന്നതാണ്. ആ ശബ്ദമുണ്ട്, ആ നിലവിളി ശബ്ദം. 2013 കൈരളിന്ന് നാപ്തോളിലേക്ക് പോകുന്ന ഒരു സമയം ഉണ്ടായിരുന്നു, ട്രാൻസിഷൻ ടൈം ഉണ്ടായിരുന്നു. ആസ് എൻ ആങ്കറിംഗ് മാത്രം പ്രൊഫഷൻ ആയിട്ട് വെക്കുമ്പോൾ നമുക്ക് ഫിനാൻഷ്യലി ഒരുപാട് കമ്മിറ്റ്മെന്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് അവർ ആ സമയത്ത് തുടങ്ങുന്നേ ഉള്ളൂ. തുടങ്ങിയ സമയത്താണ് എനിക്ക് കോൾ വന്നത്. അപ്പം ഈ സാധനമൊക്കെ വിൽക്കുന്ന സംഭവം നമ്മളന്ന് അന്ന് ചെറിയ രീതിയിൽ എവിടെയോ കണ്ടിട്ടുണ്ട്. അപ്പൊ നമുക്കതൊരു ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ അവരുടെ ഒരു ഓഫർ വന്നപ്പോ നമുക്കത് റിജക്ട് ചെയ്യുന്നതിന് പകരം ഞാൻ കുറച്ച് വലിയ എമൗണ്ട് ഞാൻ അവരോട് ചോദിച്ചു. അത് സാലറി അവരെങ്ങനെ കൊടുക്കും എന്ന് എനിക്ക് അറിയാമായിരുന്നു. അപ്പൊ ഞാൻ അങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും ആ സമയത്ത് ഏറ്റവും ഹൈലി പെയ്ഡ് ഒരു സാധനം അവരെനിക്ക് ഓഫർ ചെയ്തു. അപ്പൊ ഞാൻ പറഞ്ഞു പിന്നെ ബോംബെയിലും കൂടിയാണ്, അപ്പൊ ചെയ്യാമെന്ന് പറഞ്ഞ് പോയി. അപ്പൊ അങ്ങനെയാണ് ഇതിലേക്ക് വന്നത്. പിന്നെ അതൊരു വേറെ സ്റ്റൈൽ ഓഫ് ആങ്കറിംഗ് ആണ്. ഒരു ദിവസം ഞാൻ വിളിച്ചപ്പോഴേ ഇപ്പം പറയാ ഒന്നുമില്ലടി, ഞാൻ അവിടെ ചെല്ലുമ്പോ ഞാൻ വിചാരിക്കും ഞാൻ ഭ്രാന്താശുപത്രിയിലേക്ക് കയറും, ഞാൻ ആ ഫ്ലോറിലേക്ക് കയറും. അതായത് പതുക്കെ സംസാരിക്കാൻ പാടില്ലല്ലോ, ഒക്കെ സംസാരിക്കണമല്ലോ. അത് നല്ലോണം നല്ല സ്ട്രെയിൻ എടുത്ത് സംസാരിക്കാൻ വേണ്ടി. സ്ട്രെയിൻ എന്നാ 1 മണിക്കൂറൊക്കെയാ കണ്ടിന്യൂസ് ആയിട്ട്. അത് മലറി വിളിച്ച് നമ്മളൊരു സാധനം ഫോൺ എടുത്ത് എറിഞ്ഞ് പൊട്ടിക്കുന്നു, അവിടെ നിന്ന് തിരിച്ചെടുക്കുന്നു, അത് പൊട്ടില്ലെന്ന് പറഞ്ഞ് കാണിക്കുന്നു. അങ്ങനെ കുറച്ചേരം എയറിലുമായി ഇതൊക്കെ എടുത്ത് ട്രോൾ ചെയ്ത് ആ സാധനം. അങ്ങനെ നാപ്തോൾ ഓർമ്മകൾ ഫിനാൻഷ്യലി നാപ്തോളിലേക്ക് ഒരുപാട് നൽകി. അതുകൊണ്ട് അത് ഒന്നും പറയാനില്ല. വീട് വെച്ചത് മൊത്തം നാപ്തോളിലെ ഐശ്വര്യം. ഞാൻ ബോർഡ് വെക്കേണ്ടതാണ് ശരിക്കും. അതെ ശരിയാ. അത് എന്റെ വൈഫ് എപ്പോഴും പറയാറുണ്ട്. അങ്ങനെ അവിടെ എനിക്കൊരു ഓഫർ വരുന്നുണ്ടോ ഇവിടെ ശരിക്കും അന്ന് ഇത്രയും ഓഫർ ചെയ്തിട്ടുള്ള വേറൊരു കമ്പനി ഇല്ല. ആങ്കറിന് ഇത്രയും അധികം കൊടുത്തിട്ടുള്ള ഒരു ചാനലും ഇല്ല, ഒരു ആങ്കേഴ്സിന് അത്രയും ടിൽ നൗ. ലാസ്റ്റ് ഇയർ ആണ് അവർ സ്റ്റോപ്പ് ചെയ്തത്. അതുവരെയ്ക്കും അത്രയും ഹൈലി പെയ്ഡ് ആയിരുന്നു. നമുക്ക് ഈ 1 മണിക്കൂറത്തെ കഴിഞ്ഞാൽ പിന്നെ വേറെ പണിയൊന്നുമില്ല. പക്ഷെ ആ കിട്ടുന്ന എമൗണ്ട് ലക്ഷങ്ങളിലായിരുന്നു ഓരോരുത്തർക്കും ഓഫർ ചെയ്യുന്നു. അപ്പൊ അതുകൊണ്ട് ഫിനാൻഷ്യലി ഒരു ആങ്കർ നല്ല ആ ഒരു പീരീഡ് ആയിരുന്നു. അത് കഴിഞ്ഞപ്പോ തീർന്നു, അതിന്റെ ഒരു ഫയർ പോയി. നമ്മളൊരു പീരീഡിൽ ഒരു ഇൻഡസ്ട്രി ബൂം ചെയ്ത് വരുമ്പോൾ എടുത്തു കഴിഞ്ഞാൽ അന്ന് എനിക്ക് കൈരളിയാണ് എനിക്കൊരു പോപ്പുലാരിറ്റി തന്നത്. ആ പോപ്പുലാരിറ്റി എൻകാഷ് ചെയ്യാനായിട്ട് നാപ്തോളിൽ സാധിച്ചു. അതുള്ളതുകൊണ്ടാണ് അവരെന്നെ ഹയർ ചെയ്തത്. കൈരളി രഞ്ജിത്തിനെ ക്രിയേറ്റ് ചെയ്തു. ആ ക്രിയേറ്റ് ചെയ്ത ആള് അവർക്ക് അന്ന് വേണമായിരുന്നു, വേണ്ടതാ ഒരു സമയമാകുമ്പോൾ. അല്ല, ഇൻഡസ്ട്രി കീപ്സ് ഓൺ ചേഞ്ചിങ്. ഇൻഡസ്ട്രി ഇന്ന് മാറും. നമ്മുടെ ടെലിവിഷൻ ഇൻഡസ്ട്രി ഒരുപാട് മാറിയില്ലേ, ഓൺലൈനിലേക്ക് മാറി. അപ്പം നമ്മളന്ന് TV ഷോ ലൈവ് ചെയ്യുന്ന സമയത്തുള്ള എന്തെല്ലാം ഓർമ്മകളുണ്ട്. ഇപ്പം കാൻഡിൽ ലൈറ്റ് എന്ന ഷോ, ഷ്രിഡിൽ ഔട്ട് എന്ന് പറഞ്ഞ ഫോണിൻ പ്രോഗ്രാം, നമ്മുടെ ഡ്യൂ ഡ്രോപ്സ്, ഫുഡ് ഓൺ ഒരു തരംഗമായിരുന്നു. എനിക്ക് കൈരളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു മനസ്സിലൊരു മഴവില്ല അതില് ഗസ്റ്റ് ആയിട്ട് വന്നതാ. ഞാൻ ഫാമിലി ആയിട്ട് സമയത്ത് ഹണി എന്റെ സീനിയർ ആയിട്ട് പഠിച്ചതാ. ഹണി എന്നോട് പറഞ്ഞു കുറേ വർത്താനം പറയും, ഒരു ക്യാമറയ്ക്ക് മുമ്പിലേ തനിക്ക് കാശ് കിട്ടൂലേ. വീണ്ടും അപ്പൊ ഞാൻ എനിക്ക് അറിഞ്ഞു ഞാൻ ഇങ്ങനെ വർത്താനം ക്യാമറയ്ക്ക് മുമ്പ് സംസാരിക്കില്ല. അപ്പൊ താന്ന് വന്നു നോക്കുന്നു. അങ്ങനെ ഒരു ദിവസം വന്നു. ബിഗ് സ്ക്രീൻ എന്ന് പറഞ്ഞ പ്രോഗ്രാം ഞാൻ ആദ്യം ചെയ്തു തുടങ്ങി കൈരളിയിൽ. ഒരു ദിവസം ചെയ്തപ്പോൾ ഹണി പറഞ്ഞു കൊള്ളാലോ, താങ്കളുടെ സ്ഥിരമായിട്ട് ഒരു എനിക്ക് തോന്നുന്നൊരു. പിന്നെ ഞാൻ കൂടുതൽ ഇന്റർവ്യൂസ് എടുത്തിട്ടുള്ളത്, ഒരു 2-3 ഇന്റർവ്യൂസ് കഴിഞ്ഞാൽ നേരെ പോയി എന്നെ കൊണ്ടിരുന്നില്ല ആലയുടെ മുമ്പില.
അതൊക്കെ ഹണി കാണിച്ചൊരു ധൈര്യം, അത് പറയാതെ കേട്ടോ, ഹണിയോടാണ് എല്ലാ ഫുൾ താങ്ക്സ്. എനിക്ക് വേണോ, എനിക്ക് പറ്റുമോ, പിന്നെ കൂളായിട്ട് സംസാരിക്കുന്നു പറഞ്ഞിട്ട് ലാലേന്റെ മുമ്പിലാണ് കൊണ്ടിരുന്നത് ഇന്റർവ്യൂവിന്. പിന്നെ അവിടെ നിന്ന് പിന്നെ ഫുൾ ഇന്റർവ്യൂസ് ആയിരുന്നു. പിന്നെ ഞങ്ങൾ ഒന്നിച്ച് പിന്നെ കുറെ ഇവിടുത്തെ സ്പെഷ്യൽ ഷോസ് ഞാൻ കുറെ ചെയ്തിട്ടുണ്ട്. ദീപാവലി, ഓണം, ക്രിസ്മസ്, വിഷു എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാം ഞാനായിരിക്കും. അപ്പൊ അങ്ങനെ രേണു ചേച്ചി ഒരു ദീപാവലി ഷോ കണ്ടിട്ട് ഞാൻ ഹണിയോട് ചോദിച്ചു എന്റെ ഒരു പ്രോഗ്രാം ഉണ്ട്. അപ്പൊ രഞ്ജിത്ത് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. ആങ്കർ. ഇപ്പൊ ഞാൻ സ്മിത നമ്പ്യാരുടെ ആങ്കറാണ്, സ്മിതാജിയാണ് എന്റെ ഷോ പ്രൊഡ്യൂസ് ചെയ്തോണ്ടിരുന്നത്. അപ്പൊ സ്മിതാജിയുടെ ഒരു പ്രൊഡ്യൂസറോട് ചോദിച്ചിട്ട് പെർമിഷൻ ഇല്ലാതെ വിളിക്കാൻ പറ്റില്ല. അപ്പൊ ഹണിയോട് ചോദിച്ചു രഞ്ജിത്ത് നീ ചെയ്യണ്ടായിരുന്നു, വേറെ ഏതോ ഫീമെയിൽ ആങ്കർ ചെയ്യുന്നുണ്ട്, വേറെ ഏതോ ഫീമെയിൽ ആങ്കറായിരുന്നു. അങ്ങനെ അത് മാറ്റിയിട്ട് അങ്ങനെ ഞാൻ വന്നതാ ചെയ്തതാണ്. പിന്നെ ഇവിടെ സ്ഥിരമായിരുന്നു എനിക്ക് തോന്നുന്നു 2, 3, 4 വർഷം. അല്ല അതില് കൂടുതൽ പല പ്രോഗ്രാമായിട്ട്. ഇപ്പൊ ശരിക്കും തോന്നുമ്പോഴത്തേക്ക് ഒരു ഫാമിലി ഫീലിംഗ് തോന്നില്ല. തിരിച്ച് വന്നപ്പോ ഉണ്ടല്ലോ എന്തൊരു സന്തോഷം അറിയോ, എല്ലാരും പരിചയക്കാര്. അരവിന്ദ്, കൈരളിക്ക് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മളൊരു ഈ ചാനൽ മറ്റൊരു നമ്മൾ എല്ലാ ചാനലും ചെയ്തിട്ടുണ്ട്, ഇപ്പൊ ചെയ്തിട്ടുണ്ട്, ഞാനും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഇരുന്നോണ്ട് പറയണല്ല, ഈ ഒരു ചാനലിന് ഒരു ആത്മബന്ധമുണ്ട് ഭയങ്കരമായിട്ട്. ഇവിടുത്തെ ഓരോ നൂക്ക് ആൻഡ് കോർണറിൽ നമുക്കറിയാം ഇവിടെ വർക്ക് ചെയ്യുന്ന. ഞങ്ങള് പ്രഭാതകരിൽ കഴിഞ്ഞിട്ട് ലാസ്റ്റ് എപ്പിസോഡ് കഴിഞ്ഞിട്ട് ചേച്ചി രേണു ചേച്ചി എന്റെ പ്രൊഡ്യൂസർ ഒന്ന് കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ടാ പോയത്. എന്നിട്ട് ചേച്ചി ഞാൻ ആദ്യമായിട്ട് ഒരു പ്രോഗ്രാം കഴിഞ്ഞിട്ട് ആങ്കേഴ്സിനെ കെട്ടിപ്പിടിച്ച് കരയാണ്. നമ്മളൊരു വണ്ടിയായിട്ടൊക്കെ പോകുമ്പോ എറണാകുളത്തെ സ്റ്റുഡിയോയിൽ ഞാൻ വെറുതെ, ഇപ്പൊ സ്റ്റുഡിയോ ഒന്നും ഇല്ല അവിടെ, പക്ഷെ ആ ഒരു പഴയ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ അവിടെ കുറച്ച് നേരം ഇരിക്കും. ആ ഒരു ഓർമ്മ നമ്മൾ പഴയ വീട്ടിലൊക്കെ പോകുന്നില്ലേ, അതുപോലെ അന്ന് അവിടെ ആ സ്റ്റുഡിയോ ഉണ്ടായിരുന്ന ആൾക്കാരും ഒരുപാട് പേര്, കുറച്ചുപേരൊക്കെ നമ്മൾ വിട്ടുപോകും. വലിയ കൂട്ടായിരുന്നു. അത് കയറില് ഇപ്പൊ ഞാൻ കയറിൽ 2 വർഷമേ ഉള്ളൂ. പക്ഷെ എങ്കിൽ പോലും എനിക്ക് ഫീൽ ചെയ്യുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാല് നമ്മളെ പിടിച്ചു നിർത്തുന്ന എന്തൊക്കെയോ കുറെ ഫാക്ടേഴ്സ് ഇവിടെ ഉണ്ട്. അത് ഇവിടുത്തെ ആൾക്കാരുടെ സ്നേഹമാണ്. അതെ അതെ. അല്ല, എന്നെ ഡയറക്ടർ ആക്കാനുള്ള കാരണം നമ്മുടെ സോമകുമാർ സാറാണ്. സോമൻ സാറിന്റെ ഒരു സുഹൃത്തിന്റെ ഒരു 12 പാട്ടുകൾ ഞാൻ ഡയറക്ട് ചെയ്തിട്ടുണ്ട്. അഭിലാഷ് മുഹമ്മദ് നമ്മുടെ ക്യാമറ, അഭിലാഷ് ചേട്ടനായിരുന്നു അത് ക്യാമറ ചെയ്തത്. രാജേഷ് പുളിങ്ങുന്നു. അങ്ങനെ ഒരു കൈരളിയുടെ ഒരു ഗെറ്റ് ടുഗദർ ആയിരുന്നു ഞങ്ങൾക്ക് ആ ഒരു ഷൂട്ട്. അപ്പൊ ആ ഒരു 12 പാട്ടുകൾ ചെയ്ത കോൺഫിഡൻസിലാണ് മീര ആക്ച്വലി നീ ഡയറക്ട് ചെയ്യുമല്ലോ, ആ പാട്ടുകളൊക്കെ ഡയറക്ട് ചെയ്ത് മീര കണ്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ആ ഡയറക്ഷനിലും സാറിന്റെ ആഗ്രഹമാണ്. എന്നെ ഓഡിഷൻ ചെയ്തത് സോമൻ സാറാണ്, സ്മിതാജിയാണ്. അതിനുശേഷം പ്രീത ചേച്ചി, പ്രീത പള്ളത്ത്, പിന്നെ അമൃത സെലിബ്രിറ്റി കിച്ചൺ എന്ന് പറഞ്ഞ അമൃത ചേച്ചിയുടെ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം എല്ലാ ഷോസ് ഇവിടെ വാർത്ത ഒഴിച്ച് ബാക്കിയെല്ലാം ഞാൻ വായിച്ചിട്ടുണ്ട്. കാര്യം ആരെങ്കിലും കിട്ടാതെ വന്ന സബ്സ്റ്റിറ്റ്യൂട്ട് ആങ്കറായിരുന്നു നമ്മള്. അങ്ങനെ കുറെ പരിപാടികൾ ചെയ്തിട്ടുണ്ട്. ഇപ്പം 3:30 ലൈവ് എന്ന് പറഞ്ഞാൽ 2-2.5 കൊല്ലം കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. ഞായറാഴ്ച, അന്ന് ശനിയും ഞായറും ഉണ്ട്. അപ്പൊ എല്ലാ ദിവസവും നമ്മളോട് വരികയാണ്, നമ്മുടെ വീടിന് തുല്യമാണ്. ഇവിടെ ട്രിവാൻഡ്രത്ത് ഒന്ന് ചെയ്യും, പിന്നെ വീച്ചാലിൽ അന്ന് എറണാകുളത്ത് ഉണ്ടല്ലോ അവിടെയും പോയി ചെയ്യും. അതായത് അവിടത്തെ ഒരാള് എന്നുള്ള രീതിക്കായിരുന്നു. നമുക്ക് കാണാനൊക്കെ പറ്റുന്നത് ഇവിടെ വരുമ്പോഴാണ്. അദ്ദേഹം ഇവിടുത്തെ ചെയർമാനായിട്ട് കാണാൻ പറ്റിയത്. അപ്പൊ നമുക്ക് സോമൻ സാർ അദ്ദേഹത്തെ പരിചയപ്പെടുത്തി തരുന്നു. അപ്പൊ അങ്ങനെ നമുക്ക് അദ്ദേഹത്തെ കാണാൻ പറ്റുന്നു. അദ്ദേഹം വലപ്പോഴും കൂടി വരുന്ന സമയത്ത് നമ്മളിങ്ങനെ പെട്ടുപോയിട്ടുണ്ട്. ലൈവിന് ഓടിച്ചില്ലുമ്പോഴത്തേക്ക് അകത്ത് നിന്ന് വിട്ടോ സാറും നമുക്ക് ഇങ്ങനെ ഒന്നും എന്താണ് ഒന്നുമില്ല. ആ സമയത്തേക്ക് നമ്മൾ പെട്ടെന്ന് എന്താ പറയാ ഐസായി പോയാലോ. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെ കാണാനും അതിനൊരു പ്ലാറ്റ്ഫോം ഒരുക്കിയ ചാനലാണ് കൈരളി. എന്നും വേറിട്ട ചാനൽ എന്ന് പറഞ്ഞത് വെറുതെ അല്ല, അത് നമ്മൾ വർക്ക് ചെയ്യുന്നവർ. ഞാൻ കണ്ടിട്ടുണ്ട് നിങ്ങൾ പ്രോഗ്രാമുകളെ സംഭവങ്ങൾ എന്തോ എങ്ങനെ ചെറുതായിരിക്കുമ്പോഴാണ്. എത്ര ചെറുത് ഏകദേശം? അരവിന്ദ് പറയണത് വാസ്തവാണെന്ന് എനിക്കറിയാം. എന്റെ ഷോ ഇപ്പൊ കണ്ടിട്ട് ഇന്നും ആൾക്കാർ പറയുന്നവര് മിനിമം ഒരു 5 ഷോ ഇടുന്നുണ്ട്. നോക്കുമ്പോ 3 പിള്ളേർ കാണും. ആ പിള്ളേർക്ക് ഒരു 8ാം ക്ലാസ് 9ാം ക്ലാസ്സിലായിരിക്കും. അപ്പൊ നമുക്ക് ഊഹിക്കാം. അല്ലേ 12 കൊല്ലം മുമ്പെന്നെല്ലാം പറയുമ്പോ. അതെ, 12 കൊല്ലം മുമ്പ്. പക്ഷെ മനസ്സിൽ യുവത്വം കാത്തു സൂക്ഷിക്കുന്ന ഈ 2 ആൾക്കാരാണ് നമ്മളോട് ഉള്ളത്. അതില് സൂചിച്ചു അരവിന്ദ്. നിങ്ങളെ കണ്ടൊക്കെ പഠിച്ചത്, പിന്നെ എങ്ങനെ എന്തെങ്കിലും പറയാതിരിക്കുന്നത്? ഞങ്ങളെ കണ്ടുപിടിച്ച മോശമാണല്ലോ. സ്വഭാവം മോശം, പേടിക്കണ്ട. അത് നിങ്ങളോട് തന്നെയാ. ക്യാമറയുടെ ഫ്രണ്ടിൽ നമുക്ക് ഇങ്ങനെ ചെയ്യണമല്ലോ, ഉദാത്തമായി സംസാരിക്കണം. പണ്ട് ഞങ്ങൾ ഇതുപോലെ സംസാരിക്കുന്ന 2 പേര് പ്രഭാതകർ ഒരു മോർണിംഗ് ഷോ ആണ് ചെയ്യുന്നത്. കടിച്ചു പിടിച്ചിരിക്കും. അതായത് ചിരി വന്നാലും ചിരിക്കരുത് എന്ന് പറഞ്ഞിട്ട്. ചിലപ്പോ വരുന്ന ഗസ്റ്റ്, നമുക്ക് ഡെയിലി ഗസ്റ്റ് ഉണ്ട്, എല്ലാവരും നല്ലതായിരിക്കണമെന്നില്ലല്ലോ. ചിലപ്പോ വരുന്ന നമുക്ക് ചിരി. അതെ, ഈവൻ ചിലര് മിക്കപ്പോഴും എനിക്ക് സിംഗേഴ്സും ഒക്കെ ആയിട്ട് കണക്ഷൻ ഉള്ളതുകൊണ്ട് ഞാൻ കുറെ ഗസ്റ്റ് ഒക്കെ. അപ്പൊ ഞാനിവിടെ ചേച്ചിയോട് ചേച്ചി ഇന്നാളെ വിളിക്കട്ടെ, ഞാൻ വിളിച്ചു പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ നേരത്തെ കൊടുക്കും. ഇവര് ഇവിടെ നിന്ന് ഒഫീഷ്യലി വിളിച്ച് അങ്ങനെ കുറെ ഗസ്റ്റ് എന്റെ കെയർ ഓഫ്. ഇവന് ഈഗോ അടിച്ചു. ഇവന് ആരെയും കൊണ്ടുവരുന്നില്ല. ഇവന് ഒരു പരിചയമില്ലാത്ത, ബന്ധമില്ലാത്ത, ഇതുവരെ കേട്ടിട്ട് പോലും ഇല്ലാത്ത ആളുകളെ കുറിച്ച്. എന്നിട്ട് ഇവിടെ
തോൽവിയാവും. നമ്മൾ ആരെങ്കിലും കൊടുക്കണ്ടേ? അപ്പം കുറച്ച് വളർന്നു വരുന്ന കലാകാരന്മാരെ ഞാൻ കൊണ്ടുവന്നു. അവസ്ഥ നിലനിൽപ്പ്. അതെ അതെ. എന്നിട്ട് അങ്ങനെ കുറെ ചിരിപ്പിക്കുന്ന അനുഭവങ്ങൾ കരയുന്നുണ്ടായിട്ടുണ്ട് കേട്ടോ. ഞങ്ങള് തല കുത്തി കിടന്ന് ചിരിച്ചിട്ടുണ്ട്. നമുക്ക് അങ്ങനെ ആരെയും ഇൻസൾട്ട് ചെയ്യാൻ പറ്റില്ല, അപ്പൊ അതുകൊണ്ട് പേര് പറയുന്നില്ല. ഇവൻ പോയിട്ട് രേണു ചേച്ചിയുടെ കാൽക്ക് ഇങ്ങനെ കാൽക്ക് ഇങ്ങനെ വീഴുവാ. രഞ്ജിത്ത് ഞാൻ നോക്കിയപ്പോ കൺസോളിൽ പോയിട്ട് ചേച്ചി ദൈവത്തോർത്ത് ഇങ്ങനെയുള്ള ഗസ്റ്റ് കൊണ്ട് അല്ല അന്ന് ഞങ്ങള് പേര് പറയാതെ അനുഭവം പറയാം. പക്ഷെ അന്ന് നമ്മൾ ഒരു ദിവസം ഉണ്ടല്ലോ ഒരു 8 എപ്പിസോഡ് എടുക്കണം. ആ 8 എപ്പിസോഡിനും വരേണ്ട ഗസ്റ്റ് 8 പേര് വരണം. 8 പേര് വരണം. 8 ഇൻട്രോ. അല്ല 6 എന്റെ ഗസ്റ്റ് ആയിരിക്കും. അപ്പൊ ഇവനെ എങ്ങോട്ട് വെച്ചു ഞാൻ ആരെയും കൊണ്ടൊന്നില്ലോ, ചേച്ചി എന്ത് വിചാരിക്കും? അങ്ങനെ നമ്മളെ രണ്ടുപേരെ കൊണ്ടുവരും. അത് ചീറ്റി പോകും. ചീറ്റും പൊട്ടും വീണ്ടും കൊണ്ടൊരു പാച്ചപ്പ് ചെയ്യും. അനുഭവങ്ങൾ പക്ഷെ അത് പറയുന്നത് ശരിയാണെന്ന് വെച്ചിട്ടാ വല്ലാതെ ചിരിപ്പിച്ച സംഭവങ്ങളുണ്ട്. അല്ല ഈ ഷ്രില്ലൗട്ടൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഒരു സുരേന്ദ്രൻ ചേട്ടൻ എന്ന് വെച്ചാൽ ചെന്നൈയിലുള്ള പുള്ളി വിളിക്കുകയാണ്, ജലീൽ ആലുവ, ഇവരൊക്കെ നമ്മളെ കാണാൻ ഇവിടെ സ്റ്റുഡിയോയിൽ വന്നിട്ടുണ്ട്. അപ്പൊ അന്നൊക്കെ ഈ ആൾക്കാർക്കുള്ള അടുപ്പം എന്ന് പറഞ്ഞാൽ ആങ്കേഴ്സിനടുത്ത് ഭയങ്കര അടുപ്പമായിരുന്നു. നമ്മൾ ഈ സ്റ്റുഡിയോ കഴിഞ്ഞിറങ്ങുമ്പോഴത്തേക്കും ഇവിടെ നമുക്ക് എത്രയോ ഷർട്ടുകൾ എനിക്ക് വന്നിട്ടുണ്ട്, ഗിഫ്റ്റ് വന്നിട്ടുണ്ട്. അതെല്ലാം അന്ന് ലെറ്ററും വരുമായിരുന്നു. ലെറ്റർ എഴുതുമായിരുന്നു. നമുക്ക് താഴെ SMS വരുമായിരുന്നു. അപ്പൊ ഞാൻ ഷോ ചെയ്തോണ്ടിരിക്കുമ്പോൾ തന്നെ അമ്മ എടുത്ത് ലൈവായിട്ട് അമ്മ ഞാൻ ഇപ്പൊ വരും കെട്ടിൽ ചായ ഇട്ട് വെച്ചിരുന്ന കുറെ ആ ഒരു അടുപ്പം ഈ വ്യൂവേഴ്സിന്റെ അടുത്ത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. ഫാമിലി ഫീലിംഗ് അന്നത്തെ ഒരുപാട് ആൾക്കാര്. അപ്പൊ നമുക്ക് ഇപ്പോഴും അത് ഓർമ്മ നിൽക്കുകയാണ്. ആ കോളേഴ്സും നമ്മൾ ആ ഒരു സമയത്ത് നമ്മൾ ചെയ്ത ഷോസും നമ്മുടെ ക്രൂവും. അത് ക്രൂ എന്ന് പറഞ്ഞാൽ അജീഷൊക്കെ ഇല്ലേ, അവനൊക്കെ നമുക്ക് ഉണ്ണിച്ചേട്ടൻ, അജീഷ് ഭയങ്കര സ്വാതന്ത്ര്യമായിരുന്നു. ഒരു ഫ്രീഡം ആസ് എൻ ആങ്കർ നമുക്ക് ആ ഫ്രീഡം കിട്ടും. നമുക്ക് ഭയങ്കര ഈസി ആയിട്ട് വർക്ക് ചെയ്യാം. നമുക്ക് ഒന്നും ഇങ്ങനെ അയ്യോ എന്ത് പറയണം എന്ത് ചിന്തിക്കണം അതൊന്നും വേണ്ട. നമുക്ക് ഫ്രീ ആയിട്ട് എനിക്കും ഹണി ആണെങ്കിലും രേണു ചേച്ചി ആണെങ്കിലും ഒക്കെ ആ ഒരു ഫ്രീഡം. ഞാനിങ്ങനെ സ്ക്രിപ്റ്റ് ചെയ്തെന്ന് ഞാൻ തോൽവിയാ. എനിക്ക് ഇത് പഠിച്ചു പറയൂട്ടോ എന്ന് പറഞ്ഞാൽ അയ്യോ ഞാനില്ല കേട്ടോ, അങ്ങനെ പുറകിലത്തെ വാതിലൊരു ഓടിക്കളയും. പക്ഷെ പറഞ്ഞോ എന്ന് പറഞ്ഞാൽ നോൺ സ്റ്റോപ്പ് ആണ്. എനിക്ക് ചോദ്യങ്ങൾ തീരാറുമില്ല. പക്ഷെ ഇത് ചോദിക്കണം, ഇത്ര ചോദ്യങ്ങൾ ചോദിക്കണം എന്ന് പറഞ്ഞാൽ പെട്ടു. ഞാൻ അത് ഓർത്തിരിക്കാന്ന് എനിക്ക് പറ്റൂല. ഞാൻ അത്രയും ബുദ്ധിമതി ഒന്നും അല്ല. അല്ല എനിക്ക് പക്ഷെ എന്നെ വിട്ടു കൊടുത്താ അപ്പൊ ഹണിയൊക്കെ അതിന് ആവുന്നില്ല, താൻ തന്റെ ഇഷ്ടം പോലെ ചോദിച്ചു എന്ന് പറയുമ്പോ നമുക്ക് ഓക്കെ ഫുൾ ഫ്രീഡം ആണ്, ഇന്നത് ചെയ്യണം അങ്ങനെയൊന്നും ഇല്ലല്ലോ. അവ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു. പെട്ടെന്ന് നിങ്ങൾ രണ്ടുപേരും ഇറിറ്റേറ്റ് ചെയ്യിപ്പിക്കുന്നത് എന്തായിരിക്കും? പെട്ടെന്ന് ഇറിറ്റേറ്റ് ആവുന്നത് എന്തായിരുന്നു? ഞാൻ പെട്ടെന്ന് അങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യാൻ പറ്റൂല. അതായത് ഞാൻ എന്റെ ഒരു ബേസിക് നേച്ചർ ഇതാണ്. ഞാൻ എന്റെ കാര്യം ഞാനല്ല പറഞ്ഞു, നീ നിന്റെ കാര്യം പറഞ്ഞു. അതായത് മേക്കപ്പ് കുറയ്ക്കാൻ പറഞ്ഞപ്പോ നമ്മളെ ചേട്ടൻ അതല്ല അല്ല ഞാൻ ഇറിറ്റേറ്റഡൊന്നും ആയില്ല. അതല്ല സീരിയസ്ലി പറയാം മാറി പൊട്ടിക്കരയുന്നുണ്ട്. അല്ല എന്നോട് ചോദിച്ച ചോദ്യം അതെന്താ അറിയോ, ഇറിറ്റേറ്റ് ചെയ്യാൻ പാടാണ്. കാരണം ഞാൻ ഇങ്ങനെയാണ് കൂടുതലും ചിരിയും സംസാരവും ഒക്കെയാണ്. ഞാൻ അങ്ങനെ പെട്ടെന്ന് അങ്ങനെ ഡള്ളാവൂല. പക്ഷെ ഒരു പരിധി വിട്ടുള്ള ചൊറിയലുണ്ടല്ലോ, ചുമ്മാ നമ്മളെ ഹേർട്ട് ചെയ്യണം എന്ന് വിചാരിച്ച് ഒത്തിരി ഇറിറ്റേറ്റ് ആവാറുണ്ട്. പക്ഷെ ഞാൻ ഇറിറ്റേറ്റ് ആയാലും ഞാൻ ഒന്നും തിരിച്ചു പറയുന്നില്ല, ഞാൻ പതുക്കെ അവിടെ നിന്ന് മാറും. റിയാക്ട് ചെയ്യില്ല, ഞാൻ ആ ഏരിയന്ന് വിട്ടുകളയും. എനിക്ക് ഇറിറ്റേഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. നമ്മളിപ്പോ എല്ലാവരും പരസ്പരം ഒരു റെസ്പെക്ട് ഉണ്ടെങ്കിൽ ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല. നമുക്കൊരു ഈക്വൽ റെസ്പെക്ട്, അങ്ങോട്ട് റെസ്പെക്ട് കൊടുത്ത് റെസ്പെക്ട് വാങ്ങുക എന്നൊരു പ്രിൻസിപ്പിൾ വിശ്വസിക്കുന്നതാണ് ഞാൻ. ചിലരത് ചെയ്യില്ല. ചിലർക്ക് മനഃപൂർവ്വം ചില ആൾക്കാരെ ഒരാളുടെ ജോലി നോക്കിയിട്ടോ അല്ലെങ്കിൽ ഒരാളുടെ പൊസിഷൻ നോക്കിയിട്ടോ അല്ല ഒരാളെ റെസ്പെക്ട് ചെയ്യാനുള്ളത്. അത് ഒരു എവിടെ പോയാലും നമ്മൾ ചെയ്യേണ്ടത്. പക്ഷെ ചില ആൾക്കാർ അത് കാണിക്കുമ്പോഴത്തേക്ക് നമുക്കത് ഇറിറ്റേഷൻ ആയിട്ട് തോന്നും. അത് മാത്രമേ ഉള്ളൂ, ഇറിറ്റേഷൻ തോന്നുന്ന മൊമെന്റ് അതേ ഉള്ളൂ. സ്പോണ്ടാനിയസ് പ്ലാൻസ് ആണോ അതോ വെൽ പ്ലാൻഡ് പ്ലാൻസ് ആണോ? വെൽ പ്ലാൻഡ് ആണ്. ഞാനൊരു സ്ഥലത്ത് പോവാണ്ടെങ്കിൽ തന്നെ അല്ലെങ്കിൽ എന്തെങ്കിലും പ്ലാൻ ചെയ്ത ഒരാഴ്ച മുമ്പേ ഞങ്ങൾ തമ്മിലൊക്കെ ഏറ്റവും കൂടുതൽ അടി ഉണ്ടാവണം അതിന് വേണ്ട. ഇവരൊക്കെ ലാസ്റ്റ് മൊമെന്റ് ആണ്, അങ്ങോട്ട് ചോദിക്കണ്ട, ആ ഉത്തരം ഞാൻ പറയാം. നമ്മള് അവസാനം ലാസ്റ്റ് ഇന്നലെ രാത്രി 9 മണിക്കാണ് ഞാനേ നാളെ ഇടാനുള്ള ഡ്രസ്സ് എടുത്തിട്ട് വരാം. ഇന്നലെ രാത്രി 9 മണിക്ക് ആണ് ഡ്രസ്സ് എടുക്കാൻ പോകുന്നത്. അപ്പൊ ഞാൻ അങ്ങനെയൊന്നുമല്ല. ഞാൻ നേരത്തെ എന്തുണ്ടെങ്കിലും നേരത്തെ ഒന്ന് പ്ലാൻ ചെയ്തൊക്കെ വെച്ച് 2 ദിവസം മുമ്പേ ഞാൻ റിലാക്സ് ചെയ്തിങ്ങനെ എല്ലാം പരിപാടി സെറ്റാണ്.
ഓക്കെ. പ്ലാനിങ്ങിൽ വിശ്വസിക്കുന്നില്ല. ഇത് തന്നെയാണ് സംഭവം. നമുക്ക് ചില യാത്രകളൊക്കെ ഉണ്ട് നമ്മൾ പ്ലാൻ ചെയ്യാതെ പോകുമ്പോൾ ഒരു സുഖം. യാത്രകളല്ല, അല്ലാതെ ചെയ്യേണ്ട കാര്യങ്ങൾ അല്ല, ചിലപ്പോ ചെയ്യേണ്ട കാര്യങ്ങളൊന്നും നമ്മുടെ കയ്യിലല്ല എല്ലാം. നമ്മൾ പ്ലാൻ അല്ല, അപ്പൊ ലാസ്റ്റ് മൊമെന്റ് അത് മുടങ്ങി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നേരത്തെ ചെയ്ത് വെക്കണം. അതെ, ആ പോളിസിയിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ പക്ഷെ നേരത്തെ ചെയ്ത് വെക്കും. നിങ്ങൾ രണ്ടുപേരും ഒരുപാട് യാത്ര ചെയ്ത പ്രോഗ്രാം ബേസ് ചെയ്തിട്ടാണെങ്കിലും അല്ലാതെ ഒരുപാട് യാത്ര ചെയ്തിട്ടുള്ള ആൾക്കാരായിരിക്കുമല്ലോ. ഒരു യാത്ര പോയാൽ ഏറ്റവും നല്ല മെമ്മറി അല്ലെങ്കിൽ ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയിട്ട് ഫീൽ ചെയ്ത് ഏതാ? എനിക്ക് ഏറ്റവും ഇഷ്ടം ദുബായ് തന്നെ. ദുബായ്. വൈക്കോസ്. ഒരുപാട് ക്ലോസ് ഫ്രണ്ട്സ്, കുറെ നല്ല ആളുകൾ ഉള്ള സ്ഥലം. എനിക്ക് ഒരുപാട് ആത്മബന്ധമുള്ള കുറെ പേരുണ്ട് അവിടെ. പോണെന്ന് പറയുമ്പോ എപ്പോഴും ഒരു ഹായ് എന്ന് തോന്നുന്നു ദുബായ്. ഫുഡ് ഓൺ റോഡ്, എ ട്രാവലോഗ് വിത്ത് എത്നിക് ടേസ്റ്റ്, പ്രീത ചേച്ചിയുടെ പ്രൊഡക്ഷനിലുള്ള ആ പ്രോഗ്രാമിൽ നമ്മുടെ ആൾക്കാർ ആ പ്രോഗ്രാം പെട്ടെന്ന് വന്ന് അതിന്റെ ഇൻട്രോ പറയുമ്പോൾ ഞാൻ പറഞ്ഞു അവിടെ പോയ ഓരോ ഷൂട്ടിന് പോയത് സത്യം പറയാം നമ്മുടെ ഒരു ബ്ലെസ്സിംഗ് ആണ്. ആസ് എൻ ആങ്കർ നമുക്ക് ഫുഡ്, നമുക്ക് കോസ്റ്റ്യൂം, നമുക്ക് കാശും തന്ന് പല സ്ഥലങ്ങളും കാണാം. ഞങ്ങൾ സൗത്ത് ഇന്ത്യ മുഴുവൻ കറങ്ങി. അതായത് ഓരോ തവണ പോകുമ്പോഴും നമ്മൾ പ്രീതി സംസ്ഥാനത്ത് പറയും നമുക്ക് ഇനി അവിടെ പോകാം. ഇന്ന് രാവിലെ വിളിച്ചപ്പോൾ നമ്മൾ ഹിമാലയത്തിൽ വരെ പോകാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. അത് മാത്രം നമുക്ക് പെൻഡിങ് ആയി. സൗത്ത് ഇന്ത്യ മുഴുവൻ കറങ്ങി. ഓരോ ഷൂട്ടിന് പോകുമ്പോഴും ഓരോ അനുഭവമാണ്. നമ്മൾ വയനാട്ടിൽ പോയ സമയത്ത് ആന, നമ്മൾ രാത്രിയാണ് പോയത്, കറക്റ്റായിട്ട് ആന ഇറങ്ങി നിൽക്കുന്ന സമയത്ത് നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. അഭിലാഷേട്ടൻ ഉടനെ ക്യാമറാമാൻ്റെ ആ ഒരു സ്പിരിറ്റാണ് ഞാൻ പറയുന്നത്. അഭിലാഷേട്ടൻ പറഞ്ഞാൽ ഞാൻ ക്യാമറ എടുത്ത് ഇറങ്ങാം, നീ ഇറങ്ങും. ഞാൻ ഇറങ്ങാം. നമ്മളപ്പോ അത് ഷൂട്ട് ചെയ്യാനുള്ള ആ ഒരു ഇത് കാണിച്ചു. ആ മൊമെന്റ് ഒരു ടീം സ്പിരിറ്റ് ആണ്. ടീം സ്പിരിറ്റിൽ നമുക്ക് ആ സാധനം കിട്ടിയാൽ നമുക്ക് അത്രയും സന്തോഷമാണ്. അപ്പൊ അങ്ങനെ നമ്മൾ ഷൂട്ട് ചെയ്ത പല സ്ഥലം, ഗുണ കേവ് ഒക്കെ നമ്മൾ ആ സമയത്ത് പോയി ഷൂട്ട് ചെയ്ത സമയത്ത് എല്ലാം എഫേർട്ട്. ഇപ്പൊ ക്യാമറ എടുക്കുന്നതാണെങ്കിൽ നമ്മൾ കുറച്ച് നേരം ഹോൾഡ് ചെയ്യും, അതിനുശേഷം ചേട്ട ഹോൾഡ് ചെയ്യും. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു ടീം എഫേർട്ടിൽ പോയിട്ടുള്ള സ്ഥലമാണ്. ഒരു ട്രിപ്പായിരുന്നു ഞങ്ങൾ എല്ലാവരും എനിക്ക് ഇഷ്ടമുള്ള സ്ഥലം ഞാൻ നേരത്തെ പറഞ്ഞു, മുംബൈയാണ്. മുംബൈ ഒരു പാട്ട് പാടിത്തരോ? എന്നാ ഒരു പാട്ട് ഇപ്പോഴാ. പിന്നെ മെല്ലെ മെല്ലെ മുഖപടം തെല്ലൊതുക്കി അല്ലിയാമ്പൽ പൂവിനെ തൊട്ടുണർത്തി ഒരു കുടന്ന നിലാവിൻ്റെ കുളിരു കോരി നിറുകയിൽ മെല്ലെ മെല്ലെ മുഖപടം തെല്ലൊതുക്കി. നല്ല ഗിഫ്റ്റ് കിട്ടില്ലേ? ജെൻസി വേർഡുകൾ അറിയാവോ? എന്റെ മോള് കാണിച്ചറിയാം. മോളിപ്പോ ഇനിയിപ്പോ 10th അപ്പൊ കുറച്ച് ജെൻസി ടച്ച് ഉള്ള സാധനങ്ങൾ. അവരുടെയൊക്കെ ചാറ്റൊക്കെ വായിക്കണം, നമുക്ക് പകുതി മനസ്സിലാവില്ല ചില വാക്കുകള്. അതൊക്കെ എന്താ ഇവരുടെ മറ്റേ ചുമ്മാ 3 സ്പെല്ലിംഗ് ഒക്കെ ഉണ്ടാവുള്ളൂ. അവരതിന് മെയിൻ അർത്ഥമൊക്കെ ഉണ്ട്. അത് പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഞങ്ങൾ തമ്മിൽ പ്രശ്നം ഉണ്ടാവണ്ട. അല്ല, ശരിക്കും ഈ 90s നമ്മൾ അനുഭവിച്ച സാധനങ്ങളുണ്ട്. എല്ലാരും പറയും 90s അന്ന് നമുക്ക് എല്ലാം അറിയാം, പക്ഷെ ജെൻസിക്ക് അത് കിട്ടിയിട്ടില്ലല്ലോ. അത് വാട്സാപ്പ് ഇല്ലാത്ത സമയം, മീൻസ് നമ്മുടെ മറ്റേ ബ്രിക്ക് ഗെയിമും മറ്റേ സംഭവം ഇവർക്ക് ഇപ്പോഴും അറിയത്തില്ല. ഇവരെല്ലാം ഫുള്ള് ജനിച്ച് വീഴുമ്പോൾ ഐഫോണിലുള്ള കളികളല്ലേ. ഈ 90s ആയതുകൊണ്ട് ഞാൻ ചോദിക്കുന്നതാണ്, ലൈക്ക് റാപ്പിഡ് ഫയർ കഴിഞ്ഞു. റാപ്പിഡ് ഫയർ കഴിഞ്ഞെന്ന് പറയാൻ വരെ മറന്നുപോയി. ഇത് എല്ലാ ആങ്കേഴ്സിനും സംഭവിക്കുന്നത്. നമ്മൾ ആങ്കർ ചെയ്യുമ്പോഴും ആരെങ്കിലും വന്നിരിക്കുമ്പോൾ നമ്മൾ ഇത് എവിടെ കുറച്ചു നേരം വേറെ ബ്ലാങ്ക് ആയിട്ടൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ ഞാൻ എങ്ങനെയും പിടിക്കും, ഞാൻ ഇത് എവിടെയാ ഈശ്വര ഭഗവാൻ ഇത് ആരെന്റെ മുന്നിലിരിക്കണെന്നൊക്കെ. എനിക്ക് പേടിച്ച് ചെയ്ത ഇന്റർവ്യൂസ് ഉണ്ട് കേട്ടോ. ചിലർ പേടിപ്പിച്ചു വിടുമല്ലോ, അങ്ങനെ 1-2 ഇന്റർവ്യൂസ് ചെയ്തിട്ടുണ്ട്. ചിലർ ഇന്ന ഗസ്റ്റ് ആണെന്ന് പറയുമ്പോ അവരങ്ങനെ കളിയാക്കി ഇങ്ങനെ കളിയാക്കുന്നൊക്കെ പറഞ്ഞിട്ട്. അല്ല, ഇന്നത്തെ ഇന്റർവ്യൂ അന്നത്തെ ഇന്റർവ്യൂ വ്യത്യാസമുണ്ട്. അന്ന് നമ്മളൊക്കെ ഇത് ആലോചിക്കും, ഒരാൾക്കൊരു ചോദ്യം ചോദിക്കുന്നു, ഇന്ന് വൈറലാവാൻ വേണ്ടിട്ട് അങ്ങനെ എനിക്ക് പറയാനുള്ളൊരു വലിയ മെമ്മറി അത് ഇവനുമായിട്ട് കണക്റ്റഡ് ആണ്. പ്രീത ചേച്ചിയുടെ ക്യാൻഡിൽ ലൈറ്റ് ഞാൻ ചെയ്തോണ്ടിരിക്കുന്ന സമയം ചേച്ചി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇന്ന് ഡാനിയൽ ബാലാജി ആണ് പേര് പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായില്ല, സത്യത്തിൽ എനിക്ക് മനസ്സിലായില്ല. ഞാൻ പറഞ്ഞ ശരി ചേച്ചി എന്ന് പറഞ്ഞു. ഞാൻ മറന്നുപോയി പേര്. ഇവനെ വിളിച്ചു ഞാൻ, എടാ മറ്റേ മലയാളി അല്ല ഡാനിയൽ ബാനർജി എന്നാ ഞാൻ പറയണേ. അപ്പൊ ഇവൻ ഒരു മിനിറ്റ് ഇടിക്കുന്നോട്ട് ഇവൻ ഗൂഗിൾ ചെയ്ത് എന്നോട് പറഞ്ഞു, വളർന്നു വരുന്ന ഏത് വില്ലനാ, നീ ധൈര്യമായിട്ട് പോകുന്നു പറഞ്ഞേ. എന്നോട് പ്രീത ചേച്ചി പറഞ്ഞ നീ ഒന്ന് നോക്കിയിട്ട് വരണം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ ഇവന്റെ ഈ ധൈര്യത്തില് ഞാൻ നോക്കാതെ പോയി. ഇവൻ പറഞ്ഞു വളർന്നു വരുന്ന ഏതോ ആളാണ്, ധൈര്യമായിട്ട് പോക്കോളാൻ പറഞ്ഞു. എനിക്ക് ഓർമ്മ ഉണ്ടത്. ഞാൻ അവിടെ ചെന്നപ്പോ സ്റ്റാർ റാഗിങ്ങിന്റെ ഷൂട്ട് കിടക്കുമ്പോ ആദർശിക്ക് അവിടെ ഉണ്ട്.
മേക്കപ്പ് റൂമിൽ ചെന്ന് മാഷൊക്കെ ഇന്ന് ആരുടെ നിന്റെ ഗസ്റ്റ്? ഞാൻ പറഞ്ഞു ഡാനിയൽ ബാനർജിയോ അങ്ങനെ ചോദിച്ചേ. ഡാനിയൽ ബാലാജിയാണോ ചോദിച്ചാൽ അത് ആരൊക്കെ? കാക്കേ എന്നൊക്കെ ഞാൻ പറയുമ്പോ കാക്കയല്ല പരുന്ന് നിന്നെ റാഞ്ചിക്കൊണ്ട് പോകുന്നു പറഞ്ഞിട്ടോ. അപ്പോഴേക്കും ഞാൻ നോക്കിയപ്പോ എനിക്കൊന്നും ഗൂഗിൾ ചെയ്യാനുള്ള സമയമില്ല. പുള്ളി മറ്റേ വണ്ടി നിർത്തിട്ട് പുള്ളി മറ്റേ ഫ്രണ്ടിലേക്ക് മുടിയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ നടന്നു വരിക. ഞാനിത് എന്ത് ചെയ്യും? എനിക്ക് ഈ പുള്ളിയുടെ സിനിമകൾ പോലും ഞാൻ നോക്കി വെച്ചിട്ടില്ല. എനിക്ക് ആളെ അറിയാം കണ്ടപ്പോ എനിക്ക് എന്റെ അമ്മയോ പുള്ളിയോ എന്നാ ഞാൻ വിചാരിക്കണേ. ഇത് കഴിഞ്ഞിട്ട് അവിടത്തെ ഉണ്ടായിരുന്ന ഒരു പയ്യൻ വന്നിട്ട് ചേച്ചി മലയാളം അറിയില്ല കേട്ടോ. അപ്പൊ ഞാൻ ശരി ഞാൻ എന്ത് ചെയ്യും മല്ലയ്യാനുള്ള അവസ്ഥയാണ്. ഞാൻ പറഞ്ഞ കൈരളുടെ ബാക്കിൽ ഡോറിനെ ആ വഴിക്ക് വിട്ടുകള ഞാന് പെട്ടുപോയി ഫ്രണ്ടില്. അത് ഞാൻ പോയിട്ടപ്പോ ചേച്ചി പ്രീതി ചേച്ചി എന്നോട് പറഞ്ഞിട്ട് പറഞ്ഞു നീ ഒന്ന് പോയിട്ട് സംസാരിക്കുന്നു. ഞാൻ പോയിട്ട് സാർ വിളിച്ചപ്പോ യെസ് മാഡം തിരിച്ച് ഭയങ്കര ഇതായിട്ട്. പിന്നെ ഞാൻ അവിടെ നിന്ന് എന്തൊക്കെയോ കിട്ടിയ സമയമാണ് ഗൂഗിൾ ചെയ്തിട്ടൊക്കെ അതും ക്യാൻഡിൽ ലൈറ്റ് ഇതുപോലെ പ്രഭാതയിലോ എഡിറ്റ് ഒന്നുമില്ല ലൈവ് പോലെ അങ്ങ് പോവാണ് 1 മണിക്കൂർ. ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചിട്ട് എനിക്ക് പക്ഷെ എനിക്കറിയാവുന്ന തെലുങ്ക് തമിഴ് കന്നഡയൊക്കെ വെച്ച് മിക്സ് ചെയ്ത് ഒരു ഇന്റർവ്യൂ എടുത്തിട്ട് പുള്ളി ഉണ്ടല്ലോ ഇന്ന് വരെ ഇങ്ങനെ ചിരിച്ച ആരും കണ്ടിട്ടില്ല. പുള്ളി ചിരിക്കുമായിരുന്നു. തെലുങ്കു കാവാല അപ്പൊ പുള്ളി എന്നെ തോന്നിട്ടു ഒതു 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 വേണ്ട മതി മതി പുള്ളി ലാസ്റ്റ് ഞാൻ എന്തോ ഇന്റർവ്യൂ ഇഷ്ടപ്പെട്ടോന്ന് എന്തോ ചോദിച്ചു. ഇതാ ഇന്റർവ്യൂ പുള്ളി എന്നോട് ചുമ്മാ മറ്റേ ചിരിച്ചോണ്ടിരിക്കും പുള്ളി. പുള്ളി ഭയങ്കര കമ്പനി എല്ലാരോടും. വളർന്നു വരുന്ന പുലിക്കൂട്ടിലേക്ക് ഇട്ടതാണ്. ഈ നയൻതാര ഇന്റർവ്യൂ എടുക്കാനായിട്ട് ഞങ്ങള് ചെന്നൈയിൽ പോയി. അന്ന് ആ സമയത്ത് നയൻതാര ആർക്കും ഇന്റർവ്യൂ കൊടുക്കത്തില്ല. അപ്പൊ ആ സമയത്ത് രഘുചേട്ടനാണ് അതിന്റെ പ്രൊഡ്യൂസർ, രഘുമൻ. അപ്പൊ രഘുചേട്ടന് ഞങ്ങൾ കൈരളിയിലെ ക്രൂ ആയിട്ട് കൈരളിക്ക് മാത്രം എക്സ്ക്ലൂസീവ് ആയിട്ട് തന്നതാണ് ഇന്റർവ്യൂ. അപ്പൊ ഞങ്ങൾ അതെ പോകുന്ന സമയത്ത് പക്ഷെ അതൊന്നും പുള്ളിക്കാരത്തി പറയാൻ സമ്മതിച്ചില്ല കേട്ടോ. അങ്ങനെ പറയരുതെന്നൊക്കെ പറഞ്ഞു. അവിടെ ചെന്നുമ്പോ രഘുചേട്ടൻ്റെ അടുത്ത് ഞാൻ മേക്കപ്പ് ഇട്ടു ടെൻഷൻ ആവണം കേട്ടോ. ഇല്ല ഇല്ല ഏട്ടാ ഇല്ല ടെൻഷൻ വീണ്ടും കുറച്ച് നിനക്ക് ടെൻഷൻ എന്താണ്? ഞാൻ ഇല്ല ഏട്ടാ ഇല്ല ടെൻഷൻ ഇല്ല. ആ ടെൻഷൻ അടിക്കുന്നത് കേട്ടാ. ഇങ്ങനെ 3-4 തവണ ടെൻഷൻ. അപ്പൊ ഇവരാണെങ്കിൽ ആ സമയം നമ്മൾ പറഞ്ഞ 10:30 എന്ന് പറഞ്ഞു. കറക്റ്റ് 10:30 ആയപ്പോഴത്തേക്കും ഇവര് വന്നപ്പോഴേക്കും നമ്മുടെ ക്യാമറമാൻ ആ ഒരു ആൻസൈറ്റിയിൽ പുള്ളി അവിടെ നിന്ന് റോൾ ചെയ്ത് തുടങ്ങി. അവിടെ നിന്ന് നടന്നു വരുന്ന നയൻതാര നടന്നു ഇവര് വന്ന് നോക്കിയിട്ട് ആര് പറഞ്ഞു റോൾ ചെയ്യാൻ? എല്ലാരും സൈലന്റ്. ആര് പറഞ്ഞു റോൾ ചെയ്യാൻ? അതെടുത്ത് എടുത്ത് നോക്കിയിട്ട് ഇത് എഡിറ്റ് ഡിലീറ്റ് കംപ്ലീറ്റ് ഡിലീറ്റ് ചെയ്യിപ്പിച്ചു. അപ്പോഴേ ശ്വാസം പോയി. അപ്പൊ ഞാൻ ഈ ലേപ്പലൊക്കെ കുത്തി ഇവിടെ ഇരിക്കുക ഇതെല്ലാം കാണുക. അതിനിടയ്ക്ക് ആ പുള്ളിക്കാരത്തിന്റെ മേക്കപ്പ് മാൻ ആരുടെ ഫോണിൽ സംസാരിച്ചോണ്ടിരിക്കുക. ഈ ദേഷ്യം കഴിഞ്ഞ് അടുത്ത ടോക്ക് സണ്ടാള ഫോണില് പെസിട്രിക്കാണ് നീ. അപ്പൊ അവന് ഒരു ഡോസ് കൊടുത്തു. ഇതിന്റെ അടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് രഘുചേട്ടൻ 3 തവണ എന്ന് പറഞ്ഞ എന്റെ അടുത്ത് ടെൻഷൻ അടിക്കില്ലെന്ന് പറഞ്ഞ ടെൻഷൻ എല്ലാം കൂടെ എല്ലാവർക്കും വന്നു. ഇവര് വന്ന് ഇവിടെ ഇരുന്നിട്ട് ക്യാമറ ഓൺ ആയതും ആളങ്ങ് മാറി. അപ്പൊ ഈ പറഞ്ഞ ആളെ അല്ല അവിടെ വളരെ ഒറ്റ സ്വിച്ച് ഇട്ടതുപോലെ. ഞാൻ പറയുന്നത് ഒന്ന് അവരുടെ പ്രൊഫഷണലിസം, 2 അവര് ടൈമിംഗ് എന്ന് പറഞ്ഞാൽ 10:30 വന്ന് അവിടെ ഇരുന്നു. അപ്പൊ ഈ ടെൻഷൻ ഉണ്ടെങ്കിലും നമ്മള് ആസ് എൻ ആങ്കർ തുടങ്ങിയെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മള് പ്രിപ്പറേഷൻ നമ്മുടെ സൈഡിൽ നിന്ന് ചെയ്യണം. ആസ് എൻ ആങ്കർ നമ്മള് ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോ അല്ല അത് നമുക്ക് പ്രിപ്പയർ ചെയ്യാം. പക്ഷെ തെറ്റിച്ചു വിടുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിലും അല്ല അത് ബാനർജി എന്നൊക്കെ വിളിച്ച് പറഞ്ഞാൽ നമ്മൾ ആരറിയാനായിട്ട് ബാലാജിയെ ബാനർജി ആക്കിയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഇപ്പൊ രമേഷ് പിഷാരടിയൊക്കെ രമേശ് ചേട്ടനൊക്കെ നമ്മൾ ഇന്റർവ്യൂവിന് പോകുമ്പോൾ എല്ലാം ഇപ്പൊ നമുക്ക് ഇന്റർവ്യൂ ആണെങ്കിൽ ഓരോ ചാനലായിട്ട് കൊടുക്കും. നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കും. അപ്പൊ ഞാൻ കണ്ടിട്ടുണ്ട് രമേശ് ചേട്ടൻ അന്ന് ഐപാഡൊക്കെ വെച്ചിട്ട് അന്നേ പ്രിപ്പയർ ചെയ്യുന്നത്. അതായത് റിസർച്ച് പ്രോപ്പർ റിസർച്ച് ചെയ്തിട്ടേ ഇരിക്കത്തുള്ളൂ. ഇന്നൊരു ഫിലിം പ്രൊമോഷൻ വരുമ്പോഴത്തേക്ക് സിനിമയുടെ പേര് പോലും അറിഞ്ഞൂടാതെ ചില ആങ്കേഴ്സ് ഇരുന്നോളയും. അപ്പം നമ്മുടെ ആ റിസർച്ച് അത് പഠിച്ചത് കൈരളി സ്കൂളിൽ നിന്നാണ്. നമ്മൾ പോകുമ്പോ ആ സാധനം എന്താണെന്ന് പഠിക്കും, ആ പടം എന്താണ്, അതിലെ ക്രൂ മെമ്പേഴ്സ് എന്താണെന്ന്. ഞങ്ങളുടെ സ്കൂള് സ്ട്രോങ് ആയിരുന്നു. ഈ സ്കൂളാ അങ്ങനെ പഠിച്ചത് കൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഒരു ആക്ടർ വരുമ്പോഴേക്കും ഗസ്റ്റ് വരുമ്പോഴത്തേക്കും നമുക്കത് എങ്ങനെ ഡീൽ ചെയ്യാം. അത് സോമൻ സാറൊക്കെ സാറിന്റെ റൂമിലൊക്കെ ആയിരിക്കും നമ്മുടെ ഗസ്റ്റ് പോയിരിക്കുന്നത് എറണാകുളത്തേക്ക്. അപ്പൊ ഇരിക്കുമ്പോഴേക്കും പരിചയപ്പെടുത്തുന്നു. അങ്ങനെ അവര് നമ്മുടെ പ്രൊഡ്യൂസേഴ്സ് ഗ്രൂം ചെയ്തിട്ടുണ്ട്. എന്റെ പ്രൊഡ്യൂസേഴ്സ് നിലാതമ്പിയാരാണെങ്കിൽ നമ്മളെയൊക്കെ ഇനീഷ്യലി ആ ഗ്രൂമിംഗ് ഉള്ളതുകൊണ്ടാണ് ഇന്ന് പലർക്കും അങ്ങനെ ഒരു സംഭവം കിട്ടുന്നില്ല. ഒരു മെന്റർ എന്ന് പറഞ്ഞതായിട്ട് അത് മാത്രല്ല എന്തും ചോദിക്കാനുള്ള ഒരു അവസ്ഥയുണ്ട്. നമ്മളൊക്കെ ഒരാളെ ഹേർട്ട് ചെയ്യാതെയല്ലോ, നമ്മൾ ഹേർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കും. ചില സമയത്ത് ഇവിടെ വരും ഇത് ചോദിക്കണോ, പക്ഷെ അത് ചോദിച്ച് ഇവർക്ക് ഹേർട്ടാവോ, അവരുടെ മൂഡ് മാറില്ലേ, മൊത്തത്തിൽ ഇന്റർവ്യൂവിനെ ബാധിക്കില്ലേ, നമ്മളത് വേണ്ട. അത് എത്ര റേറ്റിംഗ് കിട്ടുമെന്ന് വെച്ചാലും വേണ്ട, ആ ചോദ്യം വേണ്ട എന്ന് വെക്കാനുള്ള മര്യാദ കാണിക്കുമായിരുന്നു. ടെലിവിഷൻ ഇന്റർവ്യൂ ഓൺലൈൻ ഇന്റർവ്യൂ എന്നുള്ള വ്യത്യാസം അതാണ്. അന്ന് ചാനലിന്റെ ഒരു ഓണർഷിപ്പ് ഉണ്ട്. അത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണ്. നമ്മൾ ചാനലിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരാളാണ്. നമ്മുടെ ഫേസ്, ചാനലിന്റെ ഫേസ് ആണ് നമ്മള്.
അപ്പൊ നമ്മൾ മോശമായിട്ടൊരു ചോദ്യം ചോദിച്ചാൽ ആ ചാനലിന്റെ ഫേസ് വാല്യൂ ആണ് നഷ്ടപ്പെടുന്നത്. അപ്പൊ അതുകൊണ്ട് അതും കൂടെ ആലോചിച്ചാണ് ചെയ്യുന്നത്. അതിന് പ്രൊഡ്യൂസേഴ്സ് അതിൻ്റെതായിട്ടുള്ള സീരിയസ്നെസ് എടുത്തിട്ടുണ്ട്, നമ്മളെ തന്നെ വഴക്ക് പറഞ്ഞിട്ടുണ്ട് പ്രിപ്പയർ ചെയ്യാത്തതിനും ഒക്കെ. അപ്പൊ അങ്ങനെ ഒരു ഗ്രൂമിങ് ഇന്ന് കിട്ടുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആൾക്കാരാണല്ലോ രണ്ടുപേരും. ഇപ്പോ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോഴത്തേക്കും നമുക്കിപ്പോ കാണാൻ കഴിയുന്ന ഒരു പുതിയ ട്രെൻഡ് എന്ന് പറയുന്നത് ലൈക്ക് ഫേക്ക് ആയിട്ടുള്ള ഒരു ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ഒരു ഫേക്ക് ഐഡന്റിറ്റിയിൽ പബ്ലിസിറ്റി നേടിയിട്ട് യൂസിങ് ദാറ്റ് പബ്ലിസിറ്റി ആൻഡ് ഫെയിം ടു ഡു അനദർ തിങ്സ്. അങ്ങനെ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഇപ്പം ബ്രാൻഡിങ് ഒക്കെ ആണെങ്കിലും ഇപ്പൊ ഞാനൊക്കെ പരസ്യത്തിലൊക്കെ അവിടെ ചെയ്തിട്ടുണ്ട്. ഓരോരുത്തർ ബ്രാൻഡ് ചെയ്ത് ആ ബ്രാൻഡ് വിശ്വസിക്കുന്നവർ എന്തൊക്കെയുണ്ട്. ഇന്ന് ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നത് ഈ ഇൻഫ്ലുവൻസേഴ്സിനെയാണ് ഇന്ന് കുട്ടികൾ വിശ്വസിക്കുന്നത്. അവരുപയോഗിക്കുന്ന ക്രീം, അവരുപയോഗിക്കുന്ന കാര്യങ്ങൾ, ഇപ്പം ഇതുപോലെ ഹെൽത്തിന് ടിപ്സ്, അതൊക്കെ 100 പേര് 100 അഭിപ്രായം പറയും. പക്ഷെ ചിലർ ബ്ലൈൻഡ്ലി അവരെ മാത്രം ഫോളോ ചെയ്യും. അപ്പൊ അത് തെറ്റാണെന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. ഇപ്പൊ എന്റെ മോനാണെങ്കിലും അവന് ഈ ഇൻഫ്ലുവൻസേഴ്സ് ഉള്ള സമയത്ത് പറയും ഇതല്ല ഇതാണെന്ന്. നമുക്ക് അതെല്ലാം പറഞ്ഞു കൊടുക്കുമ്പോഴത്തേക്ക് അവർ അത്രത്തോളം ബ്ലൈൻഡ്ലി അവരെ ഫോളോ ചെയ്യും. കാര്യം അവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരുന്ന ഒരു ഇമേജ് എങ്ങനെയാണ്, അവരതില് സ്പെൻഡ് ചെയ്യും. അയാള് സ്പെൻഡ് ചെയ്ത്. എനിക്ക് പ്രൊഡക്റ്റ് മാത്രമല്ല കേട്ടോ, എനിക്ക് വളരെ ഫേക്ക് പേഴ്സണാലിറ്റി തോന്നിയിട്ടുണ്ട് പലരും. അവരങ്ങനെയല്ല ശരിക്കും അങ്ങനെയല്ല. പക്ഷെ അവരങ്ങനെ കാണിച്ചത് ഒരു ബിസിനസ് മൈൻഡ് ആയിട്ട് അല്ല. അങ്ങനെയുള്ള ആൾക്കാരോടും അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്ന ആൾക്കാരോട് എന്താണ് പറയാനുള്ളത്? എന്ത് പറയാൻ, അവരോടൊക്കെ എന്ത് പറഞ്ഞിട്ടെന്താ കാര്യം? നമ്മൾ പറഞ്ഞ കേൾക്കുവരും സീരിയസ്ലി. അവരത് തീരുമാനിച്ചിറങ്ങി. എത്ര പേര് നമ്മള് സ്ഥിരം ഫേസ്ബുക്ക് ഇൻസ്റ്റ തുറന്നാൽ സ്ഥിരമായിട്ട് കാണുന്ന കുറെ പേരില്ല. എടുത്ത് പേര് പറയേണ്ട കാര്യമില്ല. അവരൊക്കെ കാശ് കിട്ടാനൊക്കെ വേണ്ടിട്ടായിരിക്കും. പക്ഷെ എന്തായാലും ഞാൻ ആലോചിക്കും എന്തിനാണ് അപ്പോഴൊരു കാര്യമാണ് അവരെ സപ്പോർട്ട് ചെയ്യാൻ അങ്ങനെ ആൾക്കാരുണ്ടെന്നുള്ളത് ഒരു വലിയ സപ്പോർട്ടല്ല. അതിന്റെ താഴെ വായിച്ചു നോക്കിയിട്ടുണ്ടോ? എങ്കിലും ഒരു സപ്പോർട്ട് അവർക്ക് കിട്ടുന്നുണ്ടല്ലോ. ചില റൈറ്റ് ആയിട്ടുള്ള ഇൻഫ്ലുവൻസർ അവർക്ക് കാശ് വേണ്ട എന്ന് പറഞ്ഞിട്ട് യൂട്യൂബിലൊക്കെ അവർക്ക് കാശ് വേണ്ട എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്ന ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്. സന്ദീപ് മഹേശ്വരിയെ പോലെയൊക്കെ ആൾക്കാർ. അവർക്ക് 5 പൈസയുടെ ഗുണം അതുകൊണ്ടില്ല. പക്ഷെ അവരൊരു മിഷനിലാണ്. ആ മിഷനിൽ അവർ കൊടുക്കുന്ന ടിപ്സ് ഒക്കെ വളരെ യൂസ്ഫുൾ ആണ്. അതൊക്കെ റൈറ്റ് കൈൻഡ് ഓഫ്. അപ്പൊ അവര് പൈസ ഇല്ല. ഇത് എന്ത് ചെയ്താലും ഇതിന്റെ കൂടെ ആഡഡ് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ മോശമായാലും ഇത് ആൾക്കാർ കണ്ടാൽ കാശ് കിട്ടും. അപ്പൊ മോശമാക്കി കാശ് കിട്ടിയാലും അത് പ്രോബ്ലം ഇല്ല എന്നൊരു ഒരു എത്തിക്സ് ഇല്ല എന്നാണ് അതിന്റെ അകത്ത് ഏറ്റവും കൂടുതൽ കാണുന്നത്. ഇപ്പോ ഒരുപാട് പ്രശ്നങ്ങൾ സോഷ്യൽ മീഡിയ ആയിട്ട് ബന്ധപ്പെട്ടും സോഷ്യൽ മീഡിയക്ക് ഒരു പൂട്ട് വേണം അല്ലെങ്കിൽ ഇൻഫ്ലുവൻസർമാർക്ക് ഒരു പൂട്ട് വേണം എന്ന് പറയുന്ന തരത്തിലുള്ള ഒരുപാട് ഇൻസിഡൻസുകൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ആസ് ആൻ ആങ്കർ, ആസ് ആൻ എക്സ്പീരിയൻസ്ഡ് ആങ്കർ, അത് വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉണ്ട് ആങ്കർ ചെയ്യുന്നതിൽ, ത്രൂ TV ഷോസ് ആണെങ്കിലും TV-യിലൂടെ ആണെങ്കിലും. അപ്പോൾ നിങ്ങൾക്കും ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് സൊസൈറ്റിയോട്, അല്ലെങ്കിൽ നമ്മളെ കാണുന്ന ആൾക്കാർ, നമ്മൾ പറയുന്ന കാര്യങ്ങൾ വിശ്വസിക്കുന്ന ആൾക്കാർ, അവരോട് എന്താണ് തോന്നുന്നത്? ലൈക്ക് ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ ഒരാൾ വന്ന് ആധികാരികമായി ഒരിത് പറയുമ്പോൾ അവർക്ക് അതിനുള്ള യോഗ്യത ഉണ്ടാവണമോ, അല്ലെങ്കിൽ എന്താണ് അതിൽ ആസ് ആൻ ആങ്കേഴ്സ്, എക്സ്പീരിയൻസ്ഡ് ആങ്കേഴ്സ് നിൽക്കുന്നത്? തീർച്ചയായിട്ടും യോഗ്യത ഉണ്ടാവണം. പറയുന്നതിന് മുമ്പ് ഇത് പറയാനുള്ള അർഹത നമുക്ക് ഉണ്ടോ എന്നോട് ആലോചിക്കും അല്ലേ? ഈ സന്തോഷ് ജോർജ് കുളങ്ങരെ പോലുള്ള ആൾക്കാരൊക്കെ വന്നിരിക്കുമ്പോൾ ഈ അതിന്റെ ഓപ്പോസിറ്റ് ഇരുന്ന് ഇന്റർവ്യൂ ചെയ്യുന്ന ഒരു ആങ്കർക്ക് ഒരു ബേസിക് ക്വാളിറ്റി ഉണ്ടായിരിക്കണം. ബിക്കോസ് അങ്ങനത്തെ ചോദ്യങ്ങളാണ് നമ്മൾ അദ്ദേഹത്തെ പോലുള്ള ചോദിക്കണം. അപ്പൊ അത്രയും അങ്ങനെയുള്ള ആൾക്കാർ ഇരിക്കുമ്പോഴത്തേക്കും ഇവരെടുത്ത് തീരെ മോശമായിട്ടുള്ള രീതിയിൽ ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അത് അവർക്ക് അൺകംഫർട്ടബിൾ ആവും തീർച്ചയായിട്ടും. അപ്പൊ ഞാൻ പറയുന്നത് അങ്ങനെയുള്ള രീതിയിൽ ആങ്കേഴ്സ്, സോഷ്യൽ മീഡിയ ആങ്കേഴ്സ് അവരെ തന്നെ സെൽഫ് ഡെവലപ്പ് ചെയ്യണം. ഇപ്പൊ ഈ കോൺട്രവേഴ്സി ഉണ്ടാക്കി വൈറലാവുന്ന ചോദ്യങ്ങൾ ചോദിച്ചാൽ മാത്രമല്ല, സ്റ്റാൻഡേർഡ് ആയിട്ട് ചെയ്യുന്ന എത്രയോ ആങ്കേഴ്സ് ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. അപ്പൊ അതിന് വാല്യൂ ഉണ്ട്. അവരുടെ സ്വന്തം ആ ഒരു ആസ് എൻ ആങ്കർ ആ വാല്യൂ അവർ ഉണ്ടാക്കിയെടുക്കണം. മേ ബി അവർക്ക് പ്രഷർ ഉണ്ടാവും, നിങ്ങൾ എന്തെങ്കിലും ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കുന്ന കണ്ടന്റ് ചോദ്യങ്ങൾ ചോദിക്കാൻ പ്രഷർ ഉണ്ടാവും. പക്ഷെ അപ്പൊ ഞാനിത് ചെയ്യില്ല എന്ന് പറയാനുള്ള തന്റെ ഇടം ആ ആങ്കർ കാണിക്കണം. കാര്യം ഇന്ന് അയാൾ ആ പ്ലാറ്റ്ഫോമിലായിരിക്കും, നാളെ അയാൾക്കൊരു ഇൻഡിവിജ്വാലിറ്റി ഉണ്ട്. അയാൾ വേറൊരു സ്ഥലത്ത് പോകാനുള്ളതാണ്, അയാൾക്ക് സ്വന്തമായിട്ട് വേറൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യാനുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് അത് ചെയ്യാൻ പറയുമ്പോഴത്തേക്കും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചോദ്യം ചോദിക്കാൻ പറയുമ്പോഴത്തേക്കും അത് എന്നെ കൊണ്ട് പറ്റില്ല എന്നൊരു ആങ്കർക്ക് പറയാൻ പറ്റണം. അതില്ല. ഇപ്പൊ നമുക്ക് പാട്ടിലോട്ട് തിരിച്ചു വരുവാണെന്നുണ്ടെങ്കിൽ, ഇപ്പം ഉറക്കമില്ലാത്തവർക്ക് വേണ്ടി ഒരു പാട്ട് ചെയ്തു, അടുത്ത് ഇനി ഏത് അവസ്ഥയിലൂടെ ആയിരിക്കും കടന്നു പോകുന്നത്? ഇപ്പൊ ഞാൻ പല അവസ്ഥകളിലൂടെയും കടന്നു പോകുന്നുണ്ട്. കാലിനൊരു സർജറി എന്നിട്ട് ആ കാല് വെച്ചിട്ട് ഈ കാലിങ്ങനെ മറച്ചു പിടിച്ചേക്കണം അത് കാണാതിരിക്കാൻ. അല്ല, അത്ര എഫേർട്ട് എടുത്തിട്ട് ലൈക്ക് എന്താണെന്നറിയാമോ, ഞാനത് ചോദിക്കാനുള്ള കാരണം മീരായിട്ട് അത് പറയുന്നത് ഞാൻ വിചാരിച്ചു, പക്ഷെ ഇതുവരെ അത് എക്സ്പോസ് ചെയ്തില്ല, അത് പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഞാനത് ചോദിക്കാനുള്ള കാരണം ഇന്നലെ ഞാൻ വിളിക്കുമ്പോഴാണെങ്കിലും എല്ലാം പുള്ളിക്കാരി ഇങ്ങനെ ഒരു സംഭവം ഉള്ളതായിട്ടേ പറയുന്നില്ല. മീൻസ് അതിനായിട്ട് എന്തെങ്കിലും. അല്ല, ഇന്ന് രാവിലെ ഞാൻ കണ്ടപ്പോഴത്തേക്ക് കാലിലൊരു കെട്ടൽ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചില്ല. ലൈക്ക് ഓക്കെ, നമുക്ക് മീൻസ് ഒന്നുകൂടെ സംസാരിച്ചിട്ട് എന്ത് പറ്റിയെന്ന് ചോദിക്കാം എന്ന് വിചാരിച്ചു. അപ്പോഴാണ് എന്നോട് പറയുന്നത് ഇതുപോലെ ഒരു സർജറി എല്ലാം കഴിഞ്ഞിട്ട് അത്ര എഫേർട്ട് എടുക്കുന്നുണ്ട്
ടു ബി ഓണസ്റ്റ് അരവിന്ദ്, എനിക്കൊരു പശ്ചാത്താപം ഉണ്ടായത് എനിക്കിത് അറിയത്തില്ലായിരുന്നു. ഈ ഷൂട്ട് ചെയ്ത സമയത്ത് ഇത്രത്തോളം സീരിയസ് ആണെന്ന് എനിക്കത് അറിയില്ല. അപ്പൊ ഇത് വെച്ചിട്ട് ഞാൻ ആ ഡാൻസിങ് സീക്വൻസ് ഒക്കെ 3-4 തവണ റിപ്പീറ്റ് ഷോർട്സ് ഒക്കെ എടുത്തു. പക്ഷെ പുള്ളിക്കാരത്തെ അത് ചെയ്തു. പക്ഷെ പിറ്റേ ദിവസം ആശുപത്രിയിൽ അഡ്മിറ്റ് ആയി. പിറ്റേ ദിവസം 2 ദിവസം കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് നിന്നെ കയറ്റി വിട്ടിട്ട് തിരിച്ചിട്ട് വേണ്ടത്തെ കയറ്റി അല്ല, ഇതിന് റെസ്റ്റ് വേണമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ എന്നോട് അത്ര പറഞ്ഞില്ല, നമ്മളത് ആലോചിച്ചില്ല. പക്ഷെ ചെയ്ത ഞാൻ സമയത്ത് വർക്ക് അങ്ങ് നടക്കട്ടെ എന്ന് വിചാരിച്ചു. അത് മുഴുവൻ ചെയ്തു കഴിഞ്ഞപ്പോഴാണ് അതിന്റെ ഇടയ്ക്ക് ഡാൻസ് ഒക്കെ ഉണ്ടല്ലോ, ഇവനാണെങ്കിൽ ഇട്ട് ഡയറക്ടർ എന്നെ കൊണ്ട് ഒന്നുകൂടി ചെയ്തു. ഞാൻ ഈ കാല് വെച്ചിട്ട് ഡാൻസ് കളിച്ചോണ്ടിരിക്കുക. ആ ഒരു mental ഉറക്കമാണെങ്കിലും strength ഉണ്ട് കേട്ടോ. ചെറിയ സൈസ് പോലെയാണ് ഉറക്കം. അവൻ എന്നെ ഇട്ട് കറങ്ങി ഉറക്കമാണെങ്കിൽ ഫുൾ പവറിലും. അതെ, ഫുൾ പവറില്. അവനറിയാം എന്റെ കാലം ഇങ്ങനെ ഈ അവസ്ഥയെന്ന്. അവൻ എന്നെ ഇട്ട് ഇങ്ങനെ കറക്കുക. അവനിങ്ങനെ നോക്കാനുള്ളതല്ലേ ഉള്ളൂ. കറക്റ്റ്. അപ്പൊ ആ എഫേർട്ടിന്റെ മുന്നിൽ ലൈക്ക് Yes, yes. Thank you. അത് Thank you, thank you. നമ്മൾ accept Hats ചെയ്യണം. off, hats off. ഓക്കെ, അപ്പൊ ഒരു പാട്ടോട് കൂടി നമുക്ക് set ചെയ്യാം. അയ്യോ തീർന്നു. ഉം. എടാ ഒരു പാട്ട് പറ. അങ്ങനെ എന്നെ ഒറ്റയ്ക്കാക്കല്ലേ. ഒറ്റയ്ക്ക് അല്ല, നമ്മൾ രണ്ടുപേരുണ്ട്. chorus ഏത് പാട്ടാ? വല്ലുള്ള ഏത് പാട്ടാ? നമ്മള് chorus കൂടെ മാനേജ് ചെയ്യാം. അത് നിങ്ങൾക്ക് കൂടെ പാടാൻ പറ്റുന്ന ഒരു അതെ, പാട്ട് അതെ, പറ. അതെ. ഞാൻ കൂടെ പാടിക്കോളാം. ഒരു അത് ഞാൻ പാടിക്കോളാം, നിങ്ങളും കൂടെ പാടും. അങ്ങനെ ഒരു മധുരക്കിനാവിൻ ലഹരിയിലെങ്ങോ കുടമുല്ലപ്പൂ വിരിഞ്ഞു, അതിലായിരം ആശകളാലൊരു പൊൻവല നെയ്യും, തേൻ വണ്ടു ഞാൻ അഴകേ, തേൻ വണ്ടു ഞാൻ ഒരു മധുരക്കിനാവിൻ ലഹരിയിലെങ്ങും കുടമുല്ലപ്പൂ വിരിഞ്ഞു, അതിലായിരം ആശകളാലൊരു പൊൻവല നെയ്യും, തേൻ വണ്ടു ഞാൻ അഴകേ, തേൻ വണ്ടു ഞാൻ. അഴകെ എടുത്ത വെള്ളി 2-3 വെള്ളിയൊക്കെ വരും. അത് ഓ, ഒരുപാട് സന്തോഷം. അപ്പോ നിങ്ങളെ പേഴ്സണലി കാണാൻ പറ്റിയതിലും സംസാരിക്കാൻ പറ്റിയതിലും ഒരുപാട് സന്തോഷം. ലൈക്ക് ഇറ്റ് വാസ് ഭയങ്കര രസമായിരുന്നു. കാരണം നമ്മൾ ഇതിൽ തുടങ്ങിയിട്ടേ ഉള്ളൂ പരിപാടികളും കാര്യങ്ങളും. നിങ്ങൾക്ക് അത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. മീൻസ് ഇതില് എന്താ പറയാ, ഫുൾ ചെയ്ത് നല്ല എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരായിട്ട് നമുക്ക് പറയാം. കുറെ നല്ല മെമ്മറീസ് അതെല്ലാം കേൾക്കാൻ പറ്റും. മാത്രമല്ല ഒരു നല്ല സോങ് ഉറക്കമേ എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ആൾക്കാരുടെ റിയൽ ലൈഫ് സ്ട്രെസ് സ്ക്രീനിൽ എത്തിച്ചേരേണ്ട ആൾക്കാരാണ്. ഇനിയും ഒരുപാട് അവസ്ഥകളുമായിട്ട് മുന്നിലേക്ക് എത്തും എന്നാണ് നമുക്കിപ്പോ വാഗ്ദാനം ഞങ്ങൾ തന്നിരിക്കുന്നത്. അവസ്ഥകളിലൂടെ കടന്നു പോകണ്ട, പക്ഷെ ആ അവസ്ഥകൾ ഞങ്ങൾ പാട്ടാക്കും. ആ, ഞങ്ങൾക്ക് വളരെ വലിയ സന്തോഷമാണ് സത്യത്തില്. ഞങ്ങൾ 2 കൈരളി പ്രൊഡക്ട്സ് ആണ്. ഞങ്ങളുടെ പ്രൊഡക്റ്റ് ആണ് ഉറക്കമേ. താങ്ക് യു അരവിന്ദ്, നല്ല ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഇത്രയും സമയം പോയി നമ്മൾ അറിഞ്ഞില്ല. മാത്രമല്ല ഒരു നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ ഉള്ളൊരു ഓർമ്മകളും. ഇതിനകത്തുള്ളൊരു ഗുണം എന്താ അറിയോ, എന്താന്ന് വെച്ചാ പണ്ട് ഞങ്ങളാ ഇങ്ങനെ ഇരുന്നിട്ടുള്ളത്. ഇവിടെ വേറെ ഗസ്റ്റ് വരുന്നത്. അരവിന്ദന്റെ സീറ്റിലാ ഞങ്ങൾ ഞങ്ങൾ ഇവിടെ ഇരുന്നിട്ട് അതായിരുന്നു എന്റെ ഏറ്റവും വലിയ ടെൻഷൻ. കാരണം എന്താ അറിയോ, അങ്ങനെ ഇരിക്കുമ്പോഴല്ലോ മീൻസ് എനിക്കുണ്ടാവുന്ന എന്താ സംഭവം എന്നുള്ളത് അവിടെ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് രണ്ടുപേർക്ക് മനസ്സിലാവും. അപ്പൊ ഇത് മനസ്സിലാക്കാതിരിക്കണമല്ലോ. അതാണല്ലോ എന്റെ ഒരു സക്സസ് എന്ന് പറയുന്നത്. അപ്പൊ അതിലെനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. ലൈക്ക് അതുകൊണ്ടാണ് ഇപ്പൊ ആ പാട്ടാണെങ്കിലും അതിന്റെ ബാക്കിയുള്ള സംഭവങ്ങളാണെങ്കിലും നിങ്ങളെ കുറിച്ചുള്ള സംഭവങ്ങളാണെങ്കിലും എല്ലാം ഒരുവിധപ്പെട്ട് ഞാൻ പരതി പോയിട്ടുണ്ട് പലതും. അതുകൊണ്ടാണ് പല സംഗതികളും എനിക്ക് പറയാൻ പണ്ട് ഞങ്ങൾ ചെയ്യാത്തൊക്കെ അരവിന്ദ് ഇപ്പൊ ചെയ്യുന്നുണ്ട്. അപ്പോ ഇനി ഒരുപാട് നല്ല പാട്ടുകൾ ചെയ്യാൻ സാധിക്കട്ടെ. അപ്പോ ഉറക്കമേ എല്ലാരും കാണുക, സപ്പോർട്ട് ചെയ്യുക. അരവിന്ദിന് എല്ലാവിധ ആശംസകൾ തരുന്നു. ഹാപ്പി ന്യൂ ഇയർ. ഒപ്പം നമ്മുടെ പഴയ പ്രേക്ഷകർക്ക് ഷ്രില്ലൗട്ട്, ഫുഡ് ഓൺ റോഡ്, പ്രഭാത കൈരളി, ഡ്യൂ ഡ്രോപ്സ്, അങ്ങനെ സെലിബ്രിറ്റീസ് കിച്ചൺ, അങ്ങനെ നമ്മുടെ കൈരളിയുടെ ആയിട്ടുള്ള എല്ലാ വ്യൂവേഴ്സും ബിഗ് സ്ക്രീന്, ഷൂട്ട് ആൻഡ് ഷോ 2-3 വിട്ടുപോയിട്ടുണ്ട്. കാൻഡിൽ ലൈറ്റ്, കൈരളി കൈരളി പീപ്പിളിലെ എല്ലാ വ്യൂവേഴ്സിനെയും നിങ്ങൾ എപ്പോഴും ഞങ്ങൾ ഓർക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂ ഇയർ ഞങ്ങൾ വിഷ് ചെയ്യുന്നു. അപ്പൊ എ വെരി ഹാപ്പി ന്യൂ ഇയർ. ഒരു പുതിയ അടിപൊളി വർഷം ആശംസിക്കുന്നു. ഗംഭീരമായ വർഷമാവട്ടെ, അടിപൊളി പാട്ടുകളും വരട്ടെ. അതൊക്കെയായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നുണ്ട്. ഉറപ്പായിട്ടും നമുക്കപ്പോ ഒരുമിച്ച് അടിച്ചു പൊളിക്കാം ഈ പുതുവർഷം. താങ്ക് യു.